നമസ്കാരം. ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ ക്ഷണം ലഭിച്ച കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കില്ല. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്ന നിലയിൽ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്നാണ് നിലപാട്. അതേസമയം വ്യക്തിപരമായി അയോധ്യ സന്ദർശിക്കാനോ പ്രാർത്ഥന നടത്താനോ നേതാക്കൾക്കോ പ്രവർത്തകർക്കോ വിലക്കില്ല. വിഷയത്തിൽ പരസ്യ പ്രസ്താവനകൾ വേണ്ടെന്ന് സംസ്ഥാന ഘടകങ്ങൾക്ക് ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകി. നേതാക്കളുടെ അഭിപ്രായ ഭിന്നത പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയതിന് പിന്നാലെയാണ് നടപടി. ആർ രാധാകൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, BJP ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസിനെ തള്ളിവിട്ടിരുന്നു. അത് മറികടക്കാൻ പര്യാപ്തമായ നടപടികൾ എന്ന ആത്മവിശ്വാസത്തോടെയാണോ കോൺഗ്രസിന്റെ ഈ നിലപാട്? ഒരു ഞാണിന്മേൽ കളി എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും വേണു. കാരണം വസ്തുതാപരമായിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ പരിഗണിച്ചാൽ നിലവിലുള്ള പ്രതിസന്ധി കോൺഗ്രസിന് മാറ്റുന്ന വിധത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ആ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോൾ കോൺഗ്രസ് വിലയിരുത്തിയിരിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ കോൺഗ്രസിനെ ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടില്ല. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ മറുപടി പറയേണ്ട, മറിച്ച് 3 നേതാക്കളെയാണ് കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള 3 നേതാക്കളെയാണ് വിളിച്ചിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് അവർ പങ്കെടുക്കുന്ന കാര്യത്തിൽ ആ നിലപാട് വ്യക്തമാക്കാൻ മാത്രമാണ് കോൺഗ്രസ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. ആ 3 നേതാക്കളും ഉദ്ഘാടന ദിവസം അയോധ്യയിൽ എത്തുകയോ അല്ലെങ്കിൽ ഈ ചടങ്ങിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കുകയോ ചെയ്യില്ല. ഇതിലുപരി പാർട്ടിയുടെ നിലപാട്, അത് ഈ ക്ഷേത്രം സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ടോ ആരാധന നടത്തുന്നതുമായി ബന്ധപ്പെട്ടോ ഉള്ള കാര്യത്തിൽ കോൺഗ്രസ് വ്യക്തമാക്കില്ല. അത് ഓരോരുത്തരുടെയും പാർട്ടി പ്രവർത്തകരുടെ വ്യക്തിപരമായിട്ടുള്ള അവകാശം എന്ന രീതിയിലേക്ക് പാർട്ടി അത് റിസർവ് ചെയ്യുകയാണ്. മറ്റ് കാര്യങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങൾ കൂടുതൽ BJPക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് പോകരുത് എന്ന നിബന്ധന കോൺഗ്രസ് ദേശീയ നേതൃത്വം കൈക്കൊള്ളുന്നു. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത സംസ്ഥാന ഘടകങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള നിലപാട് സ്വീകരിച്ച പശ്ചാത്തലത്തിൽ അങ്ങനെയുള്ള പരസ്യ പ്രസ്താവനകൾ വേണ്ട എന്ന ഒരു തീരുമാനമാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം സംസ്ഥാന ഘടകങ്ങളെ അറിയിച്ചിരിക്കുന്നത്. BJPക്ക് വളമാകുന്ന ഒരു നീക്കവും വാക്കും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത് എന്നതാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ താല്പര്യം. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ വിധത്തിലുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. മുതിർന്ന നേതാക്കളോട് നമ്മൾ സംസാരിക്കുമ്പോൾ പാർട്ടി എന്ന രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രസ്താവന നടത്തേണ്ട ആവശ്യം പോലും ഇല്ല എന്നുള്ളതാണ്. തങ്ങളെ ക്ഷണിച്ച മുതിർന്ന നേതാക്കളെ ക്ഷണിച്ച ഈ സംഘാടകരെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം അത് അറിയിക്കും. അതൊഴിച്ചു നിർത്തിയാൽ മറ്റേതെങ്കിലും വിധത്തിൽ ഈ വിഷയത്തിൽ പാർട്ടി എന്ന രീതിയിൽ കോൺഗ്രസിന് ഒരു ഭാഗവുമില്ല. കോൺഗ്രസ് ഏതെങ്കിലും വിധത്തിലൊരു നിലപാടോ നയമോ വ്യക്തമാക്കേണ്ട ഒരു സാഹചര്യമില്ല എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു തീരുമാനം. രാധാകൃഷ്ണൻ, ഈ ഉത്തരേന്ത്യൻ PCCകളിൽ വലിയ അതൃപ്തി ഉണ്ടായിരുന്നല്ലോ ഈ വിഷയത്തിൽ. അത് മറികടക്കാൻ കഴിയും ഇപ്പോഴത്തെ തീരുമാനം കൊണ്ട് എന്ന് കരുതുന്നുണ്ടോ ദേശീയ നേതൃത്വം? വേണു, തൊലിപ്പുറത്തെ ഒരു ചികിത്സ എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കൂ. കാരണം ഇന്നലെ നമ്മൾ പ്രക്ഷേപണം ചെയ്ത ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാക്കളുടെ വാക്കുകളടക്കം നമ്മളുടെ പക്കൽ ഇനിയുള്ളത് ഈ കോൺഗ്രസിന്റെ ഉത്തർപ്രദേശിലെ വൈസ് പ്രസിഡന്റിന്റെ നിലപാട് ഉൾപ്പെടെയുള്ളതാണ്. അവരെല്ലാവരും പറയുന്നത് ഈ വിഷയത്തിൽ BJP രാഷ്ട്രീയം പയറ്റുന്നു എന്ന് അവരെല്ലാം വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അത് മാറ്റി നിർത്തിയാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഉത്തരേന്ത്യയിൽ എടുക്കുന്ന നിലപാട്, ദക്ഷിണേന്ത്യയിലെ നേതാക്കന്മാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിന് ഘടകവിരുദ്ധമാണ്. കാരണം കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ നേതാക്കന്മാർ ഈ പള്ളി പൊളിച്ചെടുത്ത് ക്ഷേത്രം നിർമ്മിക്കുകയും അവിടേക്ക് പോകരുത് എന്ന വിധത്തിലുള്ള ഒരു താല്പര്യം കേരളത്തിലെ നേതാക്കന്മാരുടെ അടക്കമുള്ളവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ ഉത്തരേന്ത്യയിലെ നേതാക്കൾ, ഉത്തർപ്രദേശിലെ നേതാക്കൾ പറയുന്നത് ഏതെങ്കിലും വിധത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഈ ക്ഷേത്ര നിർമ്മാണത്തിനോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രക്രിയയ്ക്കോ കോൺഗ്രസ് തടസ്സം നിന്നിട്ടില്ല. അഥവാ ആദ്യഘട്ടങ്ങളിൽ അതിന് മുൻകൈ എടുത്തത് തങ്ങളാണ് എന്ന അവകാശവാദമാണ് അത് ഉന്നയിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ വളരെ കൃത്യമായിട്ട് 2 വിഭാഗങ്ങളായി കോൺഗ്രസ് വിഭജിക്കപ്പെട്ടിരിക്കുന്നു ഈ വിഷയത്തിൽ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ സാഹചര്യം ഇങ്ങനെ നിലനിൽക്കുമ്പോൾ ഇത് വളർത്തിക്കൊണ്ടു പോകുന്ന വിധത്തിലേക്ക് ഈ ചർച്ച എത്തരുത് എന്ന് കോൺഗ്രസിന് താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ 2ാം ജോഡോ യാത്രയൊക്കെ വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ആ തർക്കം ഗുണകരമാകില്ല. ന്യൂനപക്ഷ കേന്ദ്രീകൃതമായിട്ട് കോൺഗ്രസിന്റെ സമീപനം, നയസമീപനങ്ങൾ അങ്ങനെയാണ് എന്ന് വന്നാൽ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ അഥവാ ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന നയം അത് മൃദുഹിന്ദുത്വ സമീപനം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയും കോൺഗ്രസിന് ഒരു പിടിവള്ളിയായി അത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം അത് നഷ്ടപ്പെടും. അതിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്ന് കോൺഗ്രസ് കരുതുന്നു. അതുകൊണ്ട് പ്രായോഗികമായിട്ടുള്ള തന്ത്രം എന്ന രീതിയിൽ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ നേതാക്കന്മാർക്ക് അവിടുത്തെ സാഹചര്യത്തിന് അനുസരിച്ച് കാര്യങ്ങൾ വിശദീകരിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് അവസ്ഥയെ കൊണ്ട് എത്തിക്കുക, ഒപ്പം ദേശീയ തലത്തിൽ ഇത്തരത്തിൽ
ഇത്തരത്തിലുള്ള ഒരു നിലപാട് പ്രഖ്യാപിക്കാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ തങ്ങളൊരു രാഷ്ട്രീയ കക്ഷി എന്ന രീതിയിൽ തങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കക്ഷിയല്ല എന്ന് വ്യക്തമാക്കുക, ഇതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു ശ്രമം. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ബില്ലുകളിൽ അടിയന്തര തീരുമാനം കൈക്കൊള്ളാൻ ഗവർണറോട് നിർദ്ദേശിക്കണമെന്ന് സംസ്ഥാനം സുപ്രീം കോടതിയിൽ. ഗവർണർക്ക് വീഴ്ച പറ്റിയെന്ന് വിധിക്കണമെന്നും കേരളം ആവശ്യപ്പെട്ടു. നേരത്തെ കേരളം ഹർജി സമർപ്പിച്ചതിന് പിന്നാലെ ഗവർണർ ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ടിരുന്നു. ഇതോടെ സുപ്രീം കോടതി നിർദ്ദേശിച്ചതനുസരിച്ച് ഹർജി ഭേദഗതി ചെയ്യുകയായിരുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങളും ആർ രാധാകൃഷ്ണൻ തന്നെ ഡൽഹിയിൽ നിന്നും നൽകും. രാധാകൃഷ്ണൻ, എപ്പോഴാണ് ഈ ഹർജി പരിഗണിക്കുക? ഈ ഭേദഗതി ചെയ്ത ഹർജിയിൽ കേരളം പറയുന്നത് എന്തൊക്കെ? വേണു, ഈ ഹർജി ഭേദഗതി ചെയ്തതിൻ്റെ ഒരു അടിസ്ഥാന കാരണം കൂടി നമുക്ക് ഉൾക്കൊണ്ടാൽ മാത്രമേ ഈ ഹർജിയിലേക്ക് കേരളം എത്തിയിരിക്കുന്ന ആവശ്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ളതിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. സുപ്രീം കോടതി ഈ ഹർജി, ഇതിന് അനുബന്ധമായിട്ടുള്ള ഹർജി പരിഗണിച്ചപ്പോൾ ആ ഹർജി ഇൻഫ്രാക്ച്വസ് ആയി, പ്രത്യേകിച്ച് ഗവർണർ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ട സാഹചര്യത്തിൽ ഇനി ആ ഹർജിയിൽ പ്രസക്തിയില്ല എന്ന വാദം കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഹാജരായ സോളിസിറ്റർ ജനറൽ മുന്നോട്ട് വെച്ചപ്പോഴാണ് ഈ നടപടികൾ അവസാനിപ്പിക്കാനായി തൽക്കാലം തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, മറിച്ച് ഗവർണറുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി. ഈ 2 വർഷം ഗവർണർ ചില ബില്ലുകളുടെ കാര്യത്തിൽ എന്ത് നടപടിയാണ് എടുത്തത്? ഗവർണർ എന്നുള്ളത് സമയബന്ധിതമായിട്ട് തീരുമാനങ്ങൾ എടുക്കണമെന്ന ഭരണഘടനയുടെ താല്പര്യം സംരക്ഷിക്കേണ്ട ഒരു അധികാര സ്ഥാനമാണ് എന്നതടക്കമുള്ള നിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങൾ കേരള ഗവർണർക്ക് എതിരെ സുപ്രീം കോടതി ഉന്നയിക്കുകയും ആ ഘട്ടത്തിൽ കോടതി ഇങ്ങോട്ട് നിർദ്ദേശിച്ചതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മാർഗരേഖ പുറപ്പെടുവിക്കാനായിട്ട് തങ്ങൾക്ക് പുറപ്പെടുവിക്കേണ്ടി വരും. കാരണം ഇനിയുള്ള കാലത്ത് ഈ വിധത്തിലുള്ള ഒരു തർക്കം ഉണ്ടാകുന്നത് അത് ഉചിതമല്ല. 2 ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിൽ ഈ വിധത്തിൽ ഒരു തർക്കമുണ്ടാകുന്നത് ഉചിതമല്ല. അതുകൊണ്ട് ഒരു മാർഗരേഖ പുറപ്പെടുവിക്കാം. അതിന് വേണ്ടത് ഹർജി ഭേദഗതി ചെയ്ത് തരണം എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളം ഇപ്പോൾ ഹർജി ഭേദഗതി ചെയ്ത് നൽകിയിരിക്കുന്നത്. ഈ ഭേദഗതി ചെയ്ത ഹർജിയിൽ കേരളം സ്വാഭാവികമായിട്ടും ആവശ്യപ്പെട്ടിരിക്കുന്നത് മാർഗനിർദ്ദേശം വേണം എന്നുള്ളതാണ്. ബില്ല് പരിഗണിക്കുന്നതും പരിഗണിച്ചതിന് ശേഷം തീരുമാനമെടുക്കുന്നതും സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കണം. ഒപ്പം ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ നടപടി അത് സമയോചിതമായിട്ട് ഇടപെടാത്ത വിധത്തിലാണ്, അഥവാ അധികാരത്തിന്റെ കൃത്യമായിട്ടുള്ള വിനിയോഗമല്ല എന്ന ഒരു വിധി വേണം എന്നും കേരളം ആവശ്യപ്പെടുന്നു. ഇതാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഭേദഗതി ചെയ്ത് സമർപ്പിച്ചിരിക്കുന്ന ഹർജിയിലെ ഉള്ളടക്കവും അതിൻ്റെ ആവശ്യമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ പുതുവത്സര ക്രിസ്മസ് അവധിയിലാണ് സുപ്രീം കോടതി ഉള്ളത്. അടുത്ത ദിവസം അതിനുശേഷം സുപ്രീം കോടതി തുറക്കുന്ന ഘട്ടത്തിൽ ഈ കേസ് ലിസ്റ്റ് ചെയ്യും. അന്നേരമായിരിക്കും ഈ ഹർജി പരിഗണിക്കുന്നത്, ഈ ഭേദഗതി ചെയ്ത് സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നത്. പക്ഷേ അപ്പോഴും സുപ്രീം കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് അന്ന് സ്വീകരിച്ച ഒരു സമീപനം, ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ എടുക്കുന്ന സമീപനം അത് വ്യക്തമാക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ സോളിസിറ്റർ ജനറൽ ഇക്കാര്യത്തിൽ ഇനി സമയബന്ധിതമായിട്ട് ഗവർണർമാർ തീരുമാനമെടുക്കും എന്ന ഒരു ഉറപ്പ് നൽകുകയാണെങ്കിൽ ഒരുപക്ഷെ ഇതൊരു വിധിയിലേക്ക് പോകുമോ, അഥവാ ഇക്കാര്യം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കേസ് അവസാനിപ്പിക്കുന്ന വിധത്തിലേക്ക് പോകുമോ എന്നതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. പക്ഷേ അന്ന് സുപ്രീം കോടതി വളരെ കൃത്യമായിട്ട് ഗവർണർക്ക് എതിരായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന വിധത്തിലായിരുന്നു കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അതിൽ ഗവർണറുടെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചയുണ്ടായി. സംസ്ഥാനത്ത് തെരഞ്ഞെടുത്ത ഒരു സർക്കാർ അവർ തയ്യാറാക്കുന്ന ബില്ല്, ആ ബില്ലിനെ പരിഗണിക്കേണ്ട വിധത്തിൽ ഉചിത സമയത്തിനുള്ളിൽ പരിഗണിച്ച് തീരുമാനം എടുക്കാനായിട്ട് ബാധ്യത ഉണ്ട്. ഗവർണർ എന്നുള്ളത് ഈ ബില്ലുകൾ വെച്ച് വൈകിപ്പിക്കാനായിട്ടുള്ള ശ്രമം നടത്തേണ്ട ഒരു അധികാര സ്ഥാനമല്ല എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഹർജി സംസ്ഥാനം ഭേദഗതി ചെയ്ത് സമർപ്പിച്ചിരിക്കുന്നത്. കേരളത്തിന് വേണ്ടി മുതിർന്ന അഭിഭാഷകനും മുൻ അറ്റോർണി ജനറലുമായിട്ടുള്ള കെ വേണുഗോപാൽ തന്നെയായിരിക്കും വീണ്ടും ഹാജരാവുക. കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് സോളിസിറ്റർ ജനറൽ തന്നെ ഈ കേസിൽ വീണ്ടും കോടതിയിലെത്തും. ഇതിൽ 3 കക്ഷികളാണ് ഉള്ളത്. ആദ്യത്തേത് ഗവർണർ, രണ്ടാമത്തേത് ഗവർണറുടെ ഓഫീസ്, മൂന്നാമത്തേത് കേന്ദ്ര സർക്കാർ. ഇതിൽ ഗവർണർക്ക് ഈ കേസിൽ നോട്ടീസ് ഇല്ല, മറിച്ച് ഗവർണറുടെ ഓഫീസിനും കേന്ദ്ര സർക്കാരിനുമാണ് നോട്ടീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഏതെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ ഈ 2 കക്ഷികളും അടുത്ത അവധിക്ക് മുമ്പായി, അഥവാ ഇനി ഈ കേസ് പരിഗണിക്കുന്നതിന് മുമ്പായി കോടതിയിൽ ഫയൽ ചെയ്യുകയും ചെയ്യും. വേണം. ശരി, ആർ രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്നും നൽകിയത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരായ പ്രതിഷേധവും മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയും തമ്മിൽ ബന്ധമില്ലെന്ന് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞു. ഗവർണർ RSS ക്രിമിനലുകളുടെ സ്വഭാവത്തിലേക്ക് തരം താഴരുത്, പിശകുകളും എടുത്തുചാട്ടങ്ങളും തിരുത്തി പോകണമെന്നും EP ജയരാജൻ പ്രതികരിച്ചു. അദ്ദേഹം കാര്യങ്ങളെല്ലാം പരിശോധിച്ച് വന്നുകൊണ്ടിരിക്കുന്ന പാളിച്ചകളും പെശകളും എടുത്തുചാട്ടങ്ങളും തിരുത്തി പോകേണ്ടതാണ്. ഗവർണർ അത്തരത്തിലുള്ളൊരു സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം RSS BJPയുടെ ഏറ്റവും താഴേക്കടയിലുള്ള ക്രിമിനലുകളുടെ സ്വഭാവങ്ങളിലേക്ക് ഒരിക്കലും
അല്ലെങ്കിൽ അത്തരത്തിലുള്ളവരുടെ സ്വഭാവ രീതിയിലേക്ക് ഒരിക്കലും താണു പോകാൻ പാടില്ല. അദ്ദേഹം ഉയർന്ന് ചിന്തിക്കും എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും പ്രതിഷേധം വേറെ, സത്യപ്രതിജ്ഞ വേറെ. അത് ഭരണഘടനാപരമായ ദൗത്യമാണ്. പക്ഷേ ഇന്നത്തെ നിലയിൽ ഗവർണർ അദ്ദേഹത്തിൻ്റെ നിലപാട് പുനഃപരിശോധിക്കണം. രാമചന്ദ്രൻ കടന്നപ്പള്ളിയും KB ഗണേഷ് കുമാറും ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. രാജ്ഭവനിൽ ഒരുക്കിയിട്ടുള്ള പ്രത്യേക വേദിയിൽ വൈകിട്ട് 4 മണിക്കാണ് ചടങ്ങ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. വകുപ്പ് ഏതായാലും ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തത്തോട് നീതി പുലർത്തുമെന്ന് രാമചന്ദ്രൻ കടന്നപ്പള്ളി 24-നോട് പറഞ്ഞു. ഏത് വകുപ്പ് ഏറ്റെടുക്കാനും ആ ഏറ്റെടുക്കുന്ന വകുപ്പിനോട് പരമാവധി നീതി പുലർത്താനും കഴിവിനനുസരിച്ച് സത്യസന്ധമായും വിശ്വാസ്യതയോടുകൂടി പ്രവർത്തിക്കാനുമുള്ളതാണ് എൻ്റെ ഒരു പൊതുവായ നിലപാട്. ഞാൻ ഇത് 3ാമത്തെ തവണയാണ്. ആദ്യം നമ്മുടെ സഖാവ് VS അച്യുതാനന്ദൻ്റെ മന്ത്രിസഭയിലായിരുന്നു. അത് കഴിഞ്ഞ് സഖാവ് പിണറായി വിജയൻ്റെ 1ാം മന്ത്രിസഭയിൽ, ഇപ്പോൾ 3ാമത്തെ തവണ പിണറായി വിജയൻ സർക്കാരിൽ ഭാഗമായി. ഇതെല്ലാം ഓരോ വ്യത്യസ്തമായ അനുഭവങ്ങളും ഓരോ പരിചയവുമാണ്. KSRTCയിലെ വരുമാന ചോർച്ച തടയുമെന്നും സിനിമാ വകുപ്പ് കൂടി കിട്ടിയാൽ സന്തോഷമെന്നും KB ഗണേഷ് കുമാർ പറഞ്ഞു. അന്നത്തെ അവസ്ഥയല്ല, വളരെ മോശം അവസ്ഥയാണ്. പക്ഷേ അത് നന്നാക്കിയെടുക്കാൻ ഒരു പരിധിവരെ നന്നാക്കാൻ പറ്റും, ഒരു അച്ചടക്കം ഉണ്ടാക്കാൻ പറ്റും. എല്ലാവിധ ക്രമക്കേടുകളും എൻ്റെ ലക്ഷ്യം തന്നെ കറപ്ഷൻ ഇല്ലാതാക്കുക, എല്ലാവിധ ചോർച്ചകളും അടയ്ക്കുക, വരവ് വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ ചെലവിൽ ഗംഭീരമായ നിയന്ത്രണം. ഒരു പൈസ KSRTCയുടെ ഒരു പൈസ ചോർന്നു പോകാതെ ഉള്ളൊരു നടപടിയായിരിക്കും. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മന്ത്രിമാരുടെ വകുപ്പ് മാറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും എന്നാണ് സൂചന. SFI പ്രതിഷേധത്തിന്റെയും പ്രോട്ടോകോൾ ലംഘനത്തിന്റെയും പേരിലുണ്ടായ തുറന്ന പോരിന് ശേഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്ന് ഒരേ വേദിയിലെത്തുന്നു എന്നതും ശ്രദ്ധേയമാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങ് പ്രതിപക്ഷം ബഹിഷ്കരിക്കും. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അലക്സ്, ഈ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായോ? ഗണേഷ് കുമാറിന് സിനിമാ വകുപ്പ് കൂടി എന്ന സാധ്യത ഇല്ല എന്നാണോ കരുതേണ്ടത്? വേണു, ഈ 2 മന്ത്രിമാർ, അതായത് പുതുതായി പിണറായി വിജയൻ സർക്കാരിൻ്റെ 2ാം പിണറായി വിജയൻ സർക്കാരിലേക്ക് എത്തുന്ന 2 പേരുടെ സത്യപ്രതിജ്ഞ അത് 4 മണിക്ക്, വൈകുന്നേരം 4 മണിക്ക് രാജ്ഭവനിൽ നടക്കും. രാജ്ഭവനിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. രാജ്ഭവനിൽ പ്രത്യേക പന്തൽ ഒരുക്കിയിട്ടുണ്ട്. 1000 പേരെ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു പന്തലാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. 4 മണിക്ക് കടന്നപ്പള്ളി രാമചന്ദ്രനും KB ഗണേഷ് കുമാറിനും മന്ത്രിയായുള്ള സത്യപ്രതിജ്ഞ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചൊല്ലിക്കൊടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ സർക്കാരും അതുപോലെ ഗവർണറുമായുള്ള പോര് രൂക്ഷമായി തുടരുന്നതിനിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണർ മുഖാമുഖം എത്തുന്നു ഈ പരിപാടിയിൽ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വകുപ്പുകൾ സംബന്ധിച്ച ചില ഊഹാപോഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒരു തീരുമാനം, അതായത് അറിയാൻ കഴിയുന്ന തീരുമാനം, നിലവിൽ ആന്റണി രാജു ഒഴിഞ്ഞ ഗതാഗത വകുപ്പ് KB ഗണേഷ് കുമാറിനും അതുപോലെ അഹമ്മദ് ദേവർകോവിൽ ഒഴിഞ്ഞ തുറമുഖ വകുപ്പ് കടന്നപ്പള്ളി രാമചന്ദ്രനും ലഭിക്കും. അതാണ് ധാരണ എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. സിനിമാ വകുപ്പ് കൂടി തനിക്ക് വേണം എന്ന് KB ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചില ഉപാധികൾ കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് മന്ത്രിമന്ദിരം വേണ്ട എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കാം എന്നൊക്കെ അദ്ദേഹം ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴും രേഖാമൂലം അത് കേരള കോൺഗ്രസ് ബിയുടെ ആവശ്യം എന്ന നിലയ്ക്ക് അത് മുന്നണി അറിയിച്ചിട്ടില്ല. അതായത് സിനിമാ വകുപ്പ് കൂടി ഗണേഷ് കുമാർ വേണം എന്നൊരു അറിയിപ്പ് ഔദ്യോഗികമായി ആ പാർട്ടി നൽകിയിട്ടില്ല. പക്ഷേ അത് ലഭിച്ചാൽ തനിക്ക് സന്തോഷം എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ആ വകുപ്പ് CPM ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ്. സജി ചെറിയാനാണ് ആ വകുപ്പിൻ്റെ മന്ത്രി. അതുമാത്രമല്ല, അത്തരം ചർച്ചകളൊന്നും നിലവിൽ CPM-ൽ ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം LDF കൺവീനർ EP ജയരാജൻ അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ വകുപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും LDF-ന്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളല്ല. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതിൻ്റെ അതോറിറ്റി. മുഖ്യമന്ത്രിയാണ് വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനമെടുക്കുക. കടന്നപ്പള്ളിക്കും KB ഗണേഷ് കുമാറിനും ഗതാഗതവും തുറമുഖത്തിനും പുറമെ മറ്റേതെങ്കിലും വകുപ്പുകൾ ഉണ്ടോ എന്നുള്ളത് പോലും ആലോചിക്കേണ്ടതും തീരുമാനിക്കേണ്ടതും മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. മാത്രമല്ല, ചില CPM മന്ത്രിമാർ വകുപ്പുകളിൽ മാറ്റം വേണമെന്ന ആവശ്യമൊക്കെ ഉന്നയിച്ചതായുള്ള കാര്യങ്ങളും ചോദിച്ചു. അത്തരത്തിലൊരു ആലോചനയും പാർട്ടിക്കുള്ളോ LDF-ലോ നടന്നിട്ടില്ല എന്നാണ് LDF കൺവീനർ EP ജയരാജൻ വ്യക്തമാക്കിയത്. എന്താണെങ്കിലും കടന്നപ്പള്ളി രാമചന്ദ്രനും KB ഗണേഷ് കുമാറും അവരുടെ പ്രതീക്ഷകൾ പങ്കുവെക്കുന്നുണ്ട്. ഇരു വകുപ്പുകളിൽ ലഭിച്ചാൽ അവർ സ്വീകരിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാകും എന്നും പറയുന്നുണ്ട്. കൃത്യമായ മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട്. രാജ്ഭവനിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. 4 മണിക്ക് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കും. അതിനുശേഷം ഗവർണർ ചായ സൽക്കാരം ഒരുക്കുന്നുണ്ട്. അതും കഴിഞ്ഞതിന് ശേഷം പുതുതായി മന്ത്രിയാകുന്നവർ KB ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രൻ ഓഫീസുകളിലേക്ക് എത്തി അവരുടെ ചുമതല ഏറ്റെടുക്കുകയും ചെയ്യും. അപ്പോഴും ഏറ്റവും ശ്രദ്ധേയം ആകുന്നത്, നമ്മൾ
നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗവർണറും മുഖ്യമന്ത്രിയും അതുപോലെ മന്ത്രിമാരും ഒരേ വേദിയിലെത്തുന്നു എന്നുള്ളതാണ്. ഗവർണർ ഇന്നലെയും, അതായത് ഡൽഹിയിൽ നിന്ന് ഇന്നലെ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തിയത്. ആ മടങ്ങിയെത്തുന്ന വേളയിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അദ്ദേഹം നടത്തിയ പ്രതികരണം, സർക്കാരിനെതിരെ നടത്തിയ പ്രതികരണം അതിരൂക്ഷമായിരുന്നു. ഒരു ഇഞ്ച് പോലും താൻ പിന്നോട്ടില്ല എന്ന തൻ്റെ ഉദ്ദേശം, എന്ന തൻ്റെ നിലപാട് അദ്ദേഹം ആവർത്തിക്കുകയായിരുന്നു ചെയ്തത്. ഇത്തരത്തിൽ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന പശ്ചാത്തലത്തിലെങ്കിലും ഗവർണർക്കെതിരെയുള്ള ഈ കരിങ്കൊടി പ്രതിഷേധങ്ങൾ അത് SFI ഒരുപക്ഷെ അത് കുറച്ചു വെക്കും, അത് താഴ്ത്തി വെക്കുമെന്ന് കരുതിപ്പോന്നിരുന്നു. പക്ഷേ അതിന് SFIയും തയ്യാറായില്ല. ഈ സർവകലാശാല സെനറ്റുകളിലേക്ക് RSS നോമിനികളെ തിരികെ കയറ്റിയതിൽ കടുത്ത പ്രതിഷേധം ചാൻസലർക്കെതിരെ SFI ഉയർത്തും, അത് തുടരുമെന്ന് അവർ അണുവിടയില്ലാതെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെയും ഈ കരിങ്കൊടി പ്രതിഷേധം ഗവർണർക്ക് നേരെയുണ്ടായി. തനിക്ക് നേരെ പ്രതിഷേധത്തിന് വന്നാൽ താൻ ഇനിയും വാഹനത്തിൽ നിന്നിറങ്ങും, തനിക്കു നേരെ പ്രതിഷേധിച്ചവർക്കെതിരെ, അതായത് തൻ്റെ വാഹനം ആക്രമിച്ചവർക്കെതിരെ ഒരു നടപടി പോലും സ്വീകരിക്കാത്തൊരു സർക്കാരാണ് കേരളത്തിലുള്ളത്. സർക്കാരിൻ്റെ ഈ സ്റ്റേറ്റിൻ്റെ തന്നെ തലവനാണ് താൻ. തനിക്കു നേരെ ഈ അതിക്രമമാണെങ്കിൽ ഇവിടുത്തെ മാധ്യമപ്രവർത്തകരുടെ അവസ്ഥ എന്തായിരിക്കും എന്നതടക്കമുള്ള രോഷം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. ആ ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികം മാത്രമല്ല, സുപ്രീം കോടതിയിൽ നിന്ന് ഗവർണർക്കെതിരെ വീണ്ടും ഹർജി നൽകി ഗവർണറെ പ്രകോപിപ്പിക്കുക കൂടി ചെയ്തിട്ടുണ്ട് സർക്കാർ. സ്വാഭാവികമായി എല്ലാ രാഷ്ട്രീയ കേരളത്തിൻ്റെ കണ്ണും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് തന്നെയായിരിക്കും. വേണം അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മുന്നണിയുടെ രാഷ്ട്രീയ തീരുമാനം ഘടകകക്ഷികൾ അംഗീകരിച്ചതിന്റെ തെളിവാണ് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയെന്ന് LDF കൺവീനർ EP ജയരാജൻ. വകുപ്പുകൾ LDFന്റെ അധികാരപരിധിയിൽ വരുന്നതല്ലെന്നും നിശ്ചയിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നും EP ജയരാജൻ 24-നോട് പറഞ്ഞു. LDF കൺവീനർ EP ജയരാജൻ 24-നൊപ്പമുണ്ട്. ഒന്ന്, രാഷ്ട്രീയ കേരളത്തിൽ ഒരുപക്ഷെ അപൂർവമായ ഒരു സത്യപ്രതിജ്ഞയാണ് ഇത് നടക്കുന്നത്. കാരണം മുന്നണി രാഷ്ട്രീയത്തിൽ ഇത്ര കൃത്യമായി നേരത്തെ ഒരു മുൻധാരണ പ്രകാരം 2 മന്ത്രിമാർ അധികാരത്തിലെത്തുന്ന ഒരുപക്ഷെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിരിക്കും. മുന്നണിയുടെ കൺവീനർ എന്ന നിലയ്ക്ക് അങ്ങേക്ക് ഇപ്പോൾ എന്താ പറയാനുള്ളത്? ശരിയായ രാഷ്ട്രീയ നിരീക്ഷണവും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങളും എടുത്തു. ആ തീരുമാനങ്ങൾ മുന്നണിയിലെ എല്ലാ ഘടക പാർട്ടികളും അംഗീകരിച്ചു. അതനുസരിച്ച് നിയമസഭയുടെ അംഗസംഖ്യ, പൊതുനില എല്ലാം പരിശോധിച്ചുകൊണ്ട് ആദ്യത്തെ 2.5 വർഷക്കാലം ഒരു കക്ഷിയുടെ നിർദ്ദേശിക്കുന്ന ആളെ മന്ത്രിയാക്കാനും അതുപോലെ തന്നെ മറ്റൊരാളെയും മന്ത്രിയാക്കാൻ നിശ്ചയിച്ചു. ആ പറഞ്ഞതനുസരിച്ചുള്ള കാര്യങ്ങൾ ഓരോരുത്തരും അതുപോലെ നടപ്പിലാക്കാൻ മുന്നോട്ട് വന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ടേം എത്തുമ്പോൾ 2.5 വർഷക്കാലം എന്നുള്ള ടേം എത്തുമ്പോൾ തന്നെ പൂർണ്ണമായി ആ നിലപാടിലേക്ക് വന്നു. അതിൻ്റെ ഭാഗമായി പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്ന് അധികാരം ഏറ്റെടുക്കുകയാണ്. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഒഴിഞ്ഞ മന്ത്രിമാരുടെ വകുപ്പുകൾ തന്നെ ആയിരിക്കും ഇവർക്ക്. ഗതാഗതം ഗണേഷ് കുമാറിനും അതുപോലെ തുറമുഖം കടന്നപ്പള്ളിയും ആയിരിക്കും കൈകാര്യം ചെയ്യുക. അതിനൊരു തീരുമാനമായോ? അത് ഇടതുപക്ഷ മുന്നണിയുടെ അധികാര പരിധിയിൽ പെടുന്നതല്ല. ഓരോ മന്ത്രിമാരെയും നിശ്ചയിച്ചു കഴിഞ്ഞാൽ വകുപ്പുകൾ നിശ്ചയിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. അത് മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് നടപടികൾ സ്വീകരിക്കും. സിനിമാ വകുപ്പ് കൂടി വേണമെന്നൊരു ആവശ്യം ഗണേഷ് കുമാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് CPMന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. സജി ചെറിയാനാണ് വകുപ്പ് മന്ത്രി. പാർട്ടി ആലോചിക്കാതെ അതൊക്കെ കൊടുക്കാൻ സാധിക്കുമോ? അല്ല, അത് മുഖ്യമന്ത്രിയാണ് ആ കാര്യത്തിൻ്റെ എല്ലാം അതോറിറ്റി. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം പറയാം, ഏതും ആഗ്രഹിക്കാം, അതിനൊന്നും തെറ്റില്ല. പക്ഷേ മുഖ്യമന്ത്രിയാണ് വകുപ്പ് സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക, വകുപ്പ് നൽകുക, മന്ത്രിമാരെ പ്രവർത്തിപ്പിക്കുക, ഒരു കോർഡിനേഷൻ ഉണ്ടാക്കുക, ഒരു കൂട്ടായ സംരംഭത്തിലൂടെ കേരളത്തിൻ്റെ പൊതുപ്രശ്നം പരിഹരിച്ചു പോകുക. അത് മുഖ്യമന്ത്രിയുടെ അധികാരപരിധിപ്പെട്ടതാണ്. മറ്റു വകുപ്പുകളിൽ ഏതെങ്കിലും മാറ്റം ഇപ്പോൾ ആലോചിക്കുന്നുണ്ടോ? അല്ല, അത് പ്രത്യേകിച്ച് ഞങ്ങൾ ഇതുവരെ ഇടതുപക്ഷ മുന്നണിയോ അതുപോലെ മറ്റ് പാർട്ടികളോ ആരും ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയമേ അല്ല. അങ്ങ് സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ടോ? പിന്നെന്താ? വളരെ നന്ദി. അത്തരത്തിൽ LDF കൺവീനറാണ് 24-നോട് പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത് വകുപ്പുകൾ സംബന്ധിച്ച മാറ്റമൊക്കെ ആലോചിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. നിലവിൽ അത് സംബന്ധിച്ച് മറ്റു ചർച്ചകളില്ല. CPM മന്ത്രിമാരുടെ വകുപ്പുകൾ മാറുന്നത് സംബന്ധിച്ചൊന്നും ആലോചനയിലില്ല എന്നാണ് LDF കൺവീനർ പ്രതികരിച്ചത്. നന്ദുവിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. തമിഴ് ചലച്ചിത്ര താരവും DMDK നേതാവുമായ വിജയകാന്തിന് ആരാധകർ ഇന്ന് വിട നൽകും. ചെന്നൈ ഐലൻഡ് ഗ്രൗണ്ടിൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് പൊതുദർശനം. വൈകിട്ട് 4:45 കോയമ്പേട്ടിലെ DMDK ആസ്ഥാനത്ത് ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം. അഭിനയത്തിന്റെയും പൊതുപ്രവർത്തനത്തിന്റെയും പേരിൽ വിജയകാന്ത് എക്കാലവും ഓർമ്മിക്കപ്പെടുമെന്ന് നടൻ രജനീകാന്ത് പറഞ്ഞു. മനസ്സ് ரொம்ப கஷ்டமாக இருக்கு. விஜயகாந்த் அவர்கள் அசாத்தியமான ஒரு மன உறுதி உள்ள மனிதர். எப்படியோ அந்த உடல்நலத்தில் ஒரு தேறிட்டு வந்துடுவாருன்னு சொல்லிட்டு எல்லாரும் நினைச்சோம். ஆனால் சமீபத்தில் நடந்த அவங்க தேமுதிக அந்த பொதுக்குழுவில் அவர் பார்க்கும்போது எனக்கு கொஞ்சம் நம்பிக்கை கம்மியாயிடுச்சு. அவர் நல்லா ஆரோக்கியமாக இருந்திருந்தால் தமிழக அரசியலில்
ஒரு மிகப்பெரிய சக்தியாக நிகழ்ந்திருப்பார். தமிழ் மக்களுக்கு நிறைய நல்லது பண்ணியிருப்பார். அந்த பாக்கியத்தை தமிழ் மக்கள் வந்து இருந்திருக்கோம். அவங்க ஆத்மசாந்தி அடையட்டும். ആയിരക്കണക്കിന് ആളുകളാണ് തമിഴകത്തിന്റെ ക്യാപ്റ്റന് ആദരാഞ്ജലി അർപ്പിക്കാൻ ഐലൻഡ് ഗ്രൗണ്ടിലേക്ക് എത്തുന്നത്. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മനേഷ്, പാർട്ടി ആസ്ഥാനത്ത് തന്നെ പൊതുദർശനം എന്നതായിരുന്നല്ലോ ഇന്നലത്തെ തീരുമാനം. അത് മാറ്റിയത് ആരാധകരുടെ വലിയ പ്രവാഹം കൊണ്ടാണോ? എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ? വേണു, നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലാണ് ആരാധകർ കോയമ്പേടുള്ള പാർട്ടി ആസ്ഥാനത്തേക്ക് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മുതൽ എത്തി തുടങ്ങിയിരുന്നത്. അത് പലപ്പോഴും പോലീസിന് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ന് രാവിലെ 6 മണി മുതൽ ഇവിടെ ഐലൻഡ് ഗ്രൗണ്ടിലേക്ക് പൊതുദർശനം മാറ്റാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാം, വളരെ വിശാലമായ സ്ഥലമാണ്. ഇപ്പോഴും ആളുകൾ അവിടെ നിന്ന് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കണ്ടതിന് ശേഷം തിരിച്ചു വരുന്ന ആളുകളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകൾ, അതായത് തമിഴ്നാടിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകളെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. എല്ലാവരും അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ആളുകളാണ്. എന്തായാലും ഓരോ നിമിഷവും, അതായത് നമുക്കിപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ആളുകൾ ഇവിടേക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും കൂടി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതിപ്പോൾ നഗരത്തിലിറങ്ങി പലയിടങ്ങളിലും ഇറങ്ങി ആളുകൾ ഈ വിജയകാന്തിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി വരുന്ന ആളുകളാണ്. അങ്ങനെ ഇപ്പോഴും ആളുകളുടെ ഒരു വലിയ പ്രവാഹം തന്നെയാണ് ഇവിടേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നേരത്തെ ഒക്കെ സൂചിപ്പിച്ചിരുന്നത് പോലെ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അദ്ദേഹത്തെ കാണാനായി എത്തുന്നത്. വിവിധ ഇടങ്ങളിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെ നിന്നും ഒക്കെ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1 മണി വരെയാണ് ഇവിടെ പൊതുദർശനത്തിനുള്ള സമയം നൽകിയിരിക്കുന്നത്. 1 മണിക്ക് ശേഷം ഇവിടെ നിന്ന് വിലാപയാത്രയായാണ് DMDKയുടെ ആസ്ഥാനത്തേക്ക് പോവുക. ഏകദേശം 10-11 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന് ഈ പറഞ്ഞ കോയമ്പേടിലെ DMDK ആസ്ഥാനത്തേക്ക്. ആ ദൂരം മുഴുവൻ, അതായത് നഗരം ചുറ്റി തന്നെയായിരിക്കും വിലാപയാത്ര ഉണ്ടാവുക. ഏകദേശം 4 മണിയോടുകൂടി അവിടെ എത്തിച്ചേരും. 4:45-നാണ് 4:45-നാണ് സംസ്കാരം നടക്കുക എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും നേരത്തെ പ്ലാൻ ചെയ്ത പ്രകാരം ആ രീതിയിലാണ് കാര്യങ്ങൾ. ഒരുപക്ഷേ വിലാപയാത്ര വൈകാനുള്ള സാധ്യതയുണ്ട്. കാരണം സമാനമായ രീതിയിൽ റോഡിന് ഇരുവശവും ധാരാളം ആളുകൾ അദ്ദേഹത്തെ അവസാനമായി കാണുന്നതിന് തടിച്ചുകൂടാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ്. സാലിഗ്രാമത്തെ വീട്ടിൽ നിന്നും വളരെ ചുരുങ്ങിയ കിലോമീറ്റർ മാത്രമാണ് കോയമ്പേടിലേക്കുള്ളത്. അത് തന്നെ 3 മണിക്കൂറിലധികം എടുത്താണ് ആ വിലാപയാത്ര ഈ DMDKയുടെ ആസ്ഥാനത്തേക്ക് എത്തിയത്. എന്തായാലും ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ. വലിയ തോതിലുള്ള ജനപ്രവാഹം ഇപ്പോഴും ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആളുകൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1 മണി വരെ ഇവിടെ എന്തായാലും പൊതുദർശനമുണ്ട്. അതിനുശേഷം DMDKയുടെ ആസ്ഥാനത്തേക്ക് വിലാപയാത്രയായി മൃതദേഹം കൊണ്ടുപോകും. വേണം. മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. നവംബർ 13-ന് വയനാട് ആറളത്തുണ്ടായ വെടിവെപ്പിൽ മാവോയിസ്റ്റ് നേതാവ് കവിത കൊല്ലപ്പെട്ടെന്ന് പോസ്റ്റർ. വയനാട് തിരുനെല്ലി ഹുണ്ടികപ്പറമ്പ് കോളനിയിൽ മാവോയിസ്റ്റുകളാണ് പോസ്റ്റർ പതിപ്പിച്ചത്. കവിതയുടെ മൃതദേഹം പശ്ചിമഘട്ടത്തിൽ സംസ്കരിച്ചതായും പോസ്റ്ററിൽ പറയുന്നു. സുർജിത്ത് അയ്യപ്പത്തും സജോ ദേവസിയുമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ആദ്യം സുർജിത്ത് അയ്യപ്പത്തിലേക്ക്. സുർജിത്ത്, എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? വേണു, ചില നിർണായകമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ഇതിൽ നവംബർ 13-ാം തീയതി രാവിലെയാണ് ആറളത്ത് ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഈ ഏറ്റുമുട്ടലിൽ ഒരാൾക്ക്, ഒരു മാവോയിസ്റ്റിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഈ പരിക്കേറ്റയാൾ മരിച്ചിരിക്കുന്നു, കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള സ്ഥിരീകരിക്കുന്ന കത്താണ് ലഭിച്ചിരിക്കുന്നത്. മാവോയിസ്റ്റ് നേതാവ് കവിത എന്ന ലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ഇതിനകം തന്നെ പുറത്ത് വന്നിരിക്കുന്നത്. ഇവർ ചികിത്സയിലിരിക്കെയാണ് കവിത കൊല്ലപ്പെട്ടത്. കവിതയുടെ മൃതദേഹം പശ്ചിമഘട്ടത്തിൽ സംസ്കരിച്ചതായും മാവോയിസ്റ്റുകളുടെ കത്തിൽ വ്യക്തമാവുന്നുണ്ട്. ആന്ധ്രാപ്രദേശ് റായൽസീമ സ്വദേശിയാണ് ഈ ലക്ഷ്മി എന്ന കവിത എന്നാണ് ഈ കത്തിൽ വ്യക്തമാക്കുന്നത്. ഈ CPI മാവോയിസ്റ്റ് വക്താവായിട്ടുള്ള ജോഗിയുടെ പേരിലുള്ള കത്തിന്റെ പകർപ്പാണ് 24-ന് ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇവർ ഈ തിരുനെല്ലി ഹുണ്ടികപ്പറമ്പ് എന്ന് പറയുന്ന പ്രദേശത്തെ കോളനിയിൽ എത്തുകയും വ്യാപകമായി പോസ്റ്ററുകൾ പതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പോസ്റ്ററിലെല്ലാം തന്നെ ഈ കൊലപാതകത്തിന് പകരം ചോദിക്കും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന വിധത്തിലുള്ള പോസ്റ്ററാണ് മാവോയിസ്റ്റുകൾ അവിടെ മേഖലയിൽ ഒട്ടിച്ചിരിക്കുന്നത്. നേരത്തെ ഇവിടെ മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണം ഉണ്ടായിരുന്നു. 3 പേരടങ്ങുന്ന സംഘം എത്തുകയും കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി പോവുകയും ചെയ്ത അനുഭവം ഏതാണ്ട് 2 ആഴ്ച മുമ്പ്
ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നതാണ്. എന്നാൽ ഇതിനു അടുത്തുള്ള പ്രദേശത്ത് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ഈ പശ്ചിമഘട്ടത്തിലെ ഏറ്റുമുട്ടലിൽ, അതായത് ആറളത്തെ ഏറ്റുമുട്ടലിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണം ലഭിക്കുന്ന വിവരങ്ങൾ മാവോയിസ്റ്റുകളുടെ കത്തിൽ നിന്ന് തന്നെ ലഭ്യമാകുന്നത്. ഇതിൽ നവംബർ 13 രാവിലെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. തണ്ടർബോൾട്ടും പോലീസും ചേർന്ന് മാവോയിസ്റ്റുകളുമായി ഏറ്റുമുട്ടുകയായിരുന്നു എന്നാണ് ഈ കത്തിൽ പറയുന്നത്. അത് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. കാരണം ഏറ്റുമുട്ടൽ ഉണ്ടായി എന്നുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ട് ഇതിനകത്ത് ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റ ആളാണ് ഈ കവിത എന്ന് പറയുന്ന ലക്ഷ്മി. ഇവർ ഈ ഏറ്റുമുട്ടലിനിടെയാണ് ഇത്തരത്തിലൊരു ഇങ്ങനെ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായതെന്നാണ് പറയുന്നത്. അതിനുശേഷം ഗുരുതരമായി വെടിയേറ്റ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ ചികിത്സയിൽ ഇരിക്കെയാണ് ഇങ്ങനെ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത്. ഇവരുടെ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ ഈ പശ്ചിമഘട്ടത്തിൽ തന്നെ പൂർത്തിയാക്കി എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ഈ മാവോയിസ്റ്റുകളുടെ കത്തിൽ ലഭ്യമാക്കുന്നത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അന്ന് തന്നെ ആർക്കൊക്കെയോ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള സൂചനകളെല്ലാം തന്നെ ആറളത്ത് നിന്ന് പുറത്ത് വന്നിട്ടുള്ളതാണ്. തലപ്പുഴ ഏറ്റുമുട്ടലിന് ശേഷം, തലപ്പുഴയിലെ ചപ്പാരം കോളനിയിലെ ഏറ്റുമുട്ടലിന് ശേഷം മാവോയിസ്റ്റുകൾ ആറള മേഖലയിലേക്ക് മാറിയതായി, ആ മേഖല കേന്ദ്രീകരിച്ച് കബനി ദളത്തിന്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചതായുള്ള വിവരം പോലീസിന് ലഭിച്ചിരുന്നു. അത്തരത്തിൽ കബനി ദളത്തിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ പോലീസിന്റെ അന്വേഷണത്തിനൊടുവിൽ ഏറ്റുമുട്ടലിലേക്ക് നയിച്ചത്. ആ ഏറ്റുമുട്ടലിന്റെ തുടർച്ചയായിട്ടാണ് ഇത്തരത്തിലൊരു മരണം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള തരത്തിലുള്ള ഒരു സ്ഥിരീകരണമാണ് ഇപ്പോൾ മാവോയിസ്റ്റുകളുടെ കത്തിൽ, ജോഗി എന്ന് പേരുള്ള ഈ മാവോയിസ്റ്റുകളുടെ കത്തിൽ പറയുന്നത്. ഇവർ ചെറുപ്പത്തിൽ തന്നെ ഈ മാവോയിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടയായ ശേഷം ഇവർ നേരെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിലേക്ക് വരികയും ഈ കബനി ദളത്തിന്റെ ഭാഗമായി ഈ CPI മാവോയിസ്റ്റിന്റെ കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശാനുസരണം ഇവർ എത്തി പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. 2015 മുതൽ ഈ പശ്ചിമഘട്ടം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഈ കവിത എന്ന ലക്ഷ്മി എന്നാണ് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു മരണം സംഭവിച്ചിരിക്കുന്നു, അതായത് ഏറ്റുമുട്ടൽ ഒരു മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അത്തരത്തിലൊരു സ്ഥിരീകരണമാണ് ഈ മാവോയിസ്റ്റ് വക്താവ് എന്നുള്ള പേരിൽ, ജോഗി എന്നുള്ള പേരിൽ ലഭിച്ച ഈ കത്തിൽ തന്നെ വ്യക്തമാവുന്നത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വേണു. ശരി, സജോ ദേവസ്യം കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സജോ ദേവസ്യ, ഈ തണ്ടർബോൾട്ട് വലിയ രൂപത്തിൽ അവിടെ കേന്ദ്രീകരിക്കുകയും ദിവസങ്ങൾ നീണ്ട പരിശോധനകൾ നടത്തുകയും ഒക്കെ ചെയ്തതാണ്. ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ട് എന്നവർ പറയുകയും ചെയ്തതാണ്. പക്ഷേ കവിത എന്ന സഖാവ് കൊല ചെയ്യപ്പെടുന്നു. അത് നവംബർ 13 നടന്ന സംഭവം. ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം അവർ തന്നെ അത് സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ തണ്ടർബോൾട്ടിന് ഇത് സംബന്ധിച്ച് ഒരു വിവരവുമില്ലായിരുന്നു എന്നാണോ? വേണു, നവംബർ 13, 14 തീയതികളിലാണ് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്ത അയ്യങ്കുന്ന് പഞ്ചായത്തിലെ ഉരുപ്പംകുറ്റിയോട് ചേർന്ന വനമേഖലയിൽ വെടിവെപ്പ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. തണ്ടർബോൾട്ടിന്റെ പ്രത്യേക സംഘത്തെ തന്നെ ഈ സ്ഥലത്തേക്ക് നിയോഗിച്ച് അവിടെ കുപ്പു ദേവരാജിന്റെ രക്തസാക്ഷി വാർഷികാനുസ്മരണത്തിന്റെ ഭാഗമായ ഒരു പരിപാടിയും ഈ ഉരുപ്പംകുറ്റി വനമേഖലയോട് ചേർന്നാണ് മാവോയിസ്റ്റുകൾ, ആ മേഖലയിൽ സ്ഥിരമായി മാവോയിസ്റ്റ് സാന്നിധ്യം ഉള്ളതാണ്. അവിടെയായിരുന്നു ഇവർ ക്യാമ്പ് ചെയ്തൊരു ഷെഡ് അവിടെ കെട്ടിയിരുന്നു, അവിടെ ക്യാമ്പ് ചെയ്തിരുന്നു. ഈ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തണ്ടർബോൾട്ടിന്റെ പ്രത്യേക സംഘം അവിടെ എത്തുകയും പിന്നീട് അതൊരു ഏറ്റുമുട്ടലിലേക്ക് വഴിമാറുകയും ചെയ്തത്. ആ ഘട്ടത്തിൽ തുടർച്ചയായി, അതായത് 13-ാം തീയതി തുടർച്ചയായി വെടിവെപ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷം ATS DIG പുട്ട വിമലാദിത്യ അടക്കം സ്ഥലത്തെത്തുകയും അന്ന് അദ്ദേഹം പറഞ്ഞത് ആ ഘട്ടത്തിൽ വലിയ തോതിലൊരു സംശയം ഉണ്ടായിരുന്നു, മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടിരിക്കാം എന്ന തരത്തിലുള്ള വലിയ തോതിലുള്ള സംശയം ഉണ്ടായിരുന്നു. കാരണം സായുധരായ ഈ സംഘം വലിയ തോതിൽ അവർ തിരിച്ചടിക്കുകയും അതിന് തണ്ടർബോൾട്ട് സംഘത്തിന്റെ വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടാവുകയും ഒക്കെ ചെയ്ത ഒരു സന്ദർഭം കൂടിയാണിത്. ആ ഘട്ടത്തിൽ അങ്ങനെ തുടർച്ചയായി ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ട പരസ്പരമുള്ള വെടിവെപ്പും മറ്റുമൊക്കെ ഉണ്ടാവുകയും തണ്ടർബോൾട്ട് സംഘത്തിന്റെ തുടർച്ചയായ ഓപ്പറേഷൻ അവിടെ നടക്കുകയും ഒക്കെ ചെയ്തതാണ്. ആ ഘട്ടത്തിൽ അവിടെ നിന്ന് രക്തക്കറയും മറ്റും കണ്ടെത്തുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ പക്ഷേ DIG അന്ന് വിശദീകരിച്ചൊരു കാര്യം, അവിടെ രക്തം തളം കെട്ടിയിട്ടുണ്ട്, പരിക്കേറ്റിട്ടുണ്ടാകാം, പക്ഷേ ഏതെങ്കിലും തരത്തിൽ കൊല്ലപ്പെട്ടു എന്നൊരു സ്ഥിരീകരണം, അങ്ങനെ ഏതെങ്കിലും ഒരു മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടു എന്നൊരു സ്ഥിരീകരണം ഇല്ല എന്നാണ് അന്ന് ATS DIG തന്നെ മാധ്യമങ്ങളോട് പിന്നീട് വിശദീകരിച്ചത്. അത് സംബന്ധിച്ച് വലിയ സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊന്നും ഏതെങ്കിലും തരത്തിൽ ATS DIGയോ തണ്ടർബോൾട്ടോ അല്ലെങ്കിൽ പോലീസോ ആരെങ്കിലും കൊല്ലപ്പെട്ടു എന്നൊരു സ്ഥിരീകരണം, അങ്ങനെ കൊല്ലപ്പെട്ടില്ല എന്ന മട്ടിലുള്ള പ്രതികരണമാണ് അന്ന് നടത്തിയത്. പക്ഷേ പരിക്കേറ്റു എന്ന കാര്യം, പരിക്കേറ്റിട്ടുണ്ടാകാം, കാരണം അവിടെ രക്തം തളം കെട്ടി കിടക്കുന്നുണ്ട്, അങ്ങനെയുള്ള ചില ബ്ലഡ് സ്റ്റെയിൻസും മറ്റും അവിടെ നിന്ന് കണ്ടെത്തി, തോക്ക് പിടിച്ചെടുത്തു, അങ്ങനെ ചില സാഹചര്യങ്ങളാണ് അവിടെ ഉണ്ടായത്. അതുകൊണ്ട് ആ ഘട്ടത്തിൽ തന്നെ ഒരു സംശയം വലിയ തോതിൽ ബലപ്പെട്ടിരുന്നു. അന്ന് ഈ DIGയോട് അടക്കം ഇക്കാര്യം നമ്മൾ ആവർത്തിച്ച് ചോദിച്ചിരുന്നു. അപ്പോഴൊക്കെ അങ്ങനെ കൊല്ലപ്പെട്ടു എന്നൊരു സ്ഥിരീകരണം ഇല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന മട്ടിലായിരുന്നു. ആ ഘട്ടത്തിൽ
ATS-DIG അടക്കം പറഞ്ഞത്. ഒരു പക്ഷേ വലിയ തോതിൽ പരിക്കേറ്റിട്ടുണ്ടാകാം. പിന്നീട് അവർ ഈ പരിക്കേറ്റ ആളെയും കൊണ്ട് രക്ഷപ്പെട്ടു എന്ന മട്ടിലായിരുന്നു ആ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായ വിവരം. അങ്ങനെ പരിക്കേറ്റ ആണ് പിന്നീട് മരണത്തിന് കീഴടങ്ങിയത് എന്നൊരു നിഗമനത്തിലേക്ക് വേണം ഈ ഘട്ടത്തിലെത്താൻ. പക്ഷേ ആ ഘട്ടത്തിൽ പോലീസ് ഒരിക്കലും കൊല്ലപ്പെട്ടു എന്ന നിലയ്ക്കുള്ള ഒരു സ്ഥിരീകരണത്തിലേക്കോ അത്തരം കാര്യങ്ങളിലേക്കോ ഒന്നും പോയിരുന്നില്ല. അത് ഏതാണ്ട് 13-നും 14-നും പിന്നീട് അവിടെയും തണ്ടർബോൾട്ട് ഏതാണ്ട് 2 ദിവസത്തിൽ കൂടുതൽ ആ പ്രദേശത്ത് പിന്നീട് തുടരുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഈ ഏറ്റുമുട്ടലിന്റെ ഭാഗമായി കൊല്ലപ്പെട്ടു എന്ന സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. ഏതായാലും ആ സംഘത്തിൽ ഉൾപ്പെട്ട, അതായത് മാവോയിസ്റ്റുകളുടെ പോസ്റ്ററിനെ വിശ്വാസത്തിൽ എടുക്കുകയാണെങ്കിൽ കവിത കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. പക്ഷേ ആരെങ്കിലും, അതായത് വനിതകൾ ഉൾപ്പെടുന്ന സംഘമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്ന് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചതാണ്. സംബന്ധിച്ച വിശദാംശങ്ങളൊക്കെ പോലീസ് നേരത്തെ തന്നെ ഏറെക്കുറെ സ്ഥിരീകരിച്ചതുമാണ്. പിന്നീട് അവർ ഉൾവനത്തിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. അവരിൽ ആരെയും പോലീസിന് കസ്റ്റഡിയിൽ എടുക്കാനോ മറ്റോ കഴിഞ്ഞില്ല. പക്ഷേ വലിയ തോതിലുള്ള ഏറ്റുമുട്ടൽ തുടർച്ചയായി തന്നെ, അതായത് വനത്തിലേക്ക് അകത്തേക്ക് കടന്നു കയറിക്കൊണ്ട് തുടർച്ചയായി വെടിയുതിർക്കുകയും, അതായത് ഇങ്ങോട്ടേക്ക് ആക്രമണം ഉണ്ടായി, അതുകൊണ്ട് അങ്ങോട്ടേക്ക് ആക്രമണം തുടങ്ങി, അതായത് എന്ന നിലയ്ക്കാണ് പോലീസ് ആ ഘട്ടത്തിൽ വിശദീകരിച്ചത്. പക്ഷേ തുടർച്ചയായി മണിക്കൂറുകൾ നീണ്ട വെടിശബ്ദങ്ങൾ, വെടിയൊച്ചകൾ അവിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ പോലും ഉണ്ടായിരുന്നു. അതിന് തൊട്ട് മുൻപ് പോലും അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരടക്കം അത് സ്ഥിരീകരിക്കും. പോലീസ് തന്നെ ഇക്കാര്യത്തിൽ ഏറ്റുമുട്ടൽ ഉണ്ടായി, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് വെടിയുതിർത്തിട്ടുണ്ട്, ആ സംഘം ഇങ്ങോട്ടേക്ക് അവരും മാവോയിസ്റ്റുകളും സായുധരായിരുന്നു, അവരും വെടിയുതിർത്തു. അതിന് പിന്നാലെയാണ് ഉൾവനത്തിലേക്ക് വെടിയുതിർത്തുകൊണ്ട് തന്നെ നീങ്ങിയത്. ആ പരിക്കേറ്റിട്ടുണ്ടാകാം എന്ന മട്ടിലൊരു കാര്യമാണ്. പക്ഷേ പോലീസ് ഏതെങ്കിലും തരത്തിൽ ആ ഘട്ടത്തിൽ ATS-DIG അടക്കമുള്ള ആളുകൾ ഇതൊരു കൊല നടന്നു എന്ന ഏതെങ്കിലും ഒരു മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടു എന്നൊരു സ്ഥിരീകരണം ആ ഘട്ടത്തിൽ പോലീസിന് ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊന്നില്ല എന്നതായിരുന്നു ആ ഘട്ടത്തിൽ പറഞ്ഞത്. പക്ഷേ അതിന് അതേസമയം തന്നെ അവിടെ പരിക്കേറ്റിട്ടുണ്ടാകാം എന്ന കാര്യം അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. അവരെ ആരെയും പക്ഷേ കസ്റ്റഡിയിലെടുക്കാൻ ഈ തണ്ടർബോൾട്ട് സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം പിന്നീട് ആ ഓപ്പറേഷൻ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. 13-നും 14-നും തുടർച്ചയായി ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് അത് കുറച്ച് ദിവസത്തേക്കും കൂടി അവിടെ തന്നെ പ്രത്യേക തണ്ടർബോൾട്ട് സംഘത്തെ നിയോഗിക്കുകയും തിരച്ചിലും പരിശോധനയും ഒക്കെ തുടരുകയും ചെയ്തിരുന്നു. പിന്നീട് ആ ഓപ്പറേഷൻ തണ്ടർബോൾട്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പരിക്കേറ്റവരെയും മറ്റും ഉൾവനത്തിൽ എവിടെയെങ്കിലും വെച്ച് അവരെ വീണ്ടും കണ്ടെത്താൻ കഴിയുമെന്ന തരത്തിലുള്ള സംശയത്തിന്റെയും മറ്റും അടിസ്ഥാനത്തിൽ അകത്തേക്ക് കയറിയുള്ള പരിശോധനകൾ ഉണ്ടായിരുന്നു. പിന്നീട് ഇവരെ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് ആ ഓപ്പറേഷൻ അവസാനിപ്പിച്ച് നിരീക്ഷണം മാത്രമാക്കി നിലനിർത്തുകയായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സംശയം, അവർ പരിക്കേറ്റ മാവോയിസ്റ്റുകൾ പരിക്കേറ്റിട്ടുണ്ട് എന്നതിൽ 2 പേർക്ക് പരിക്കേറ്റു എന്ന മട്ടിൽ അന്ന് നമുക്ക് വിവരങ്ങൾ ലഭ്യമായിരുന്നു. അതിൽ പക്ഷേ പിന്നീട് അവർ ഏതെങ്കിലും തരത്തിൽ ചികിത്സ തേടിയിരിക്കാം, പുറത്തേക്ക് മറ്റോ ഇറങ്ങി കർണാടക ഭാഗത്തേക്ക് ഇറങ്ങി ആശുപത്രിയിൽ ചികിത്സ തേടാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ അവിടെയെല്ലാം ഈ വിവരങ്ങൾ കൈമാറുകയും അവിടേക്ക് എത്തുന്നുണ്ടെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കാനുള്ള ശ്രമവും ഉണ്ടായിരുന്നു. ഏതായാലും പിന്നീട് പരിക്കേറ്റ കവിതയും കൊണ്ട് ഒരുപക്ഷെ മാവോയിസ്റ്റുകൾ അകത്തേക്ക് പോയിരിക്കാം. അവിടെ വെച്ച് പിന്നീട് മരണം സംഭവിച്ചതായിരിക്കാം. ഏതായാലും അത് സംബന്ധിച്ച് ഇനിയിപ്പോൾ കൂടുതൽ സ്ഥിരീകരണങ്ങൾ ATS-ന്റെ ഭാഗത്തു നിന്നുമൊക്കെയാണ് ഉണ്ടാകേണ്ടത്. പോലീസാണ് അക്കാര്യത്തിൽ എന്തെങ്കിലും കൂടുതൽ വിശദാംശങ്ങൾ ഒരുപക്ഷെ സ്ഥിരീകരിച്ച വിവരങ്ങൾ പുറത്തു വിടേണ്ടത്. ഏതായാലും മാവോയിസ്റ്റ് പോസ്റ്ററിനെ വിശ്വസിക്കുകയാണെങ്കിൽ അന്ന് പുറത്തു വന്ന വിവരം 2 പേർക്ക് പരിക്കേറ്റു എന്നാണ് അന്ന് പുറത്തു വന്ന വിവരം. പക്ഷേ അത് പിന്നീട് വ്യക്തമായി സ്ഥിരീകരിക്കാൻ ഏതെങ്കിലും തരത്തിൽ സ്ഥലം സന്ദർശിച്ച് മാധ്യമങ്ങളോട് സംസാരിച്ച ATS-DIG പുട്ട വിമലാദിത്യ അടക്കമുള്ള ആളുകൾ അന്ന് തയ്യാറായിരുന്നില്ല. പിന്നീട് കമ്മീഷണർ ഉൾപ്പെടെ മറ്റു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തെത്തുകയും കണ്ണൂരിലെത്തുകയും ഈ കാര്യങ്ങൾ സംബന്ധിച്ച് അവലോകനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ പക്ഷേ ഈ ഏതെങ്കിലും തരത്തിൽ പരിക്കേറ്റിട്ടുണ്ടാകാമെന്ന സംശയം പോലീസ് പ്രകടിപ്പിച്ചിരുന്നു. അതിന്റെ കാരണം ആ സംഭവ സ്ഥലത്ത് തന്നെ, ഓപ്പറേഷൻ നടന്ന സ്ഥലത്ത് തന്നെ അതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് ആ തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിയത്. പക്ഷേ ഈ മാവോയിസ്റ്റ് അങ്ങനെയുള്ള ഒരു സാധ്യത, അതായത് അത്രയും ഗുരുതരമായി പരിക്കേറ്റ ആൾ പിന്നീട് മരണത്തിന് കീഴടങ്ങിയതായിരിക്കാം എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്കൊരു നിഗമനത്തിലേക്ക് എത്താൻ. ഏതായാലും അന്ന് പോലീസ് ഒരു മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടു എന്ന നിലയ്ക്ക് ഇല്ല, അങ്ങനെ ഒരു ആ വാദം തെറ്റാണ് എന്ന നിലയ്ക്കും പോലീസ് അന്ന് സ്ഥിരീകരിക്കുകയാണ് ചെയ്തത്. ഉൾവനത്തിലേക്ക് അവർ രക്ഷപ്പെട്ടു പോയിരിക്കാം എന്ന് തന്നെയായിരുന്നു. പക്ഷേ പരിക്കേറ്റു എന്നത് അന്ന് തന്നെ സ്ഥിരീകരിക്കപ്പെട്ടതാണ്. അത് പക്ഷേ ഇപ്പോൾ അതിനുശേഷം ആ ഓപ്പറേഷൻ പോലീസ് ആ മേഖലയിലുള്ള പരിശോധനയും തിരച്ചിലും മറ്റും അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഏതെങ്കിലും തരത്തിൽ ആരെയും കസ്റ്റഡിയിൽ എടുക്കാൻ ആ ഘട്ടത്തിൽ കഴിഞ്ഞതുമില്ല. തലപ്പുഴയിൽ നിന്ന് അല്ലെങ്കിൽ വയനാട്ടിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ആരെയും കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞില്ല. അവരെല്ലാവരും രക്ഷപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. അത് അയ്യൻകുന്ന് പഞ്ചായത്തിൽ, അതായത് കണ്ണൂർ ജില്ലയിലെ അയ്യൻകുന്ന് പഞ്ചായത്തിലെ ഉരുപ്പംകുറ്റി വനമേഖലയിലാണ് അന്ന് ഈ ഏറ്റുമുട്ടൽ 2 ദിവസം നീണ്ടു നിന്ന ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഏതായാലും അത് സംബന്ധിച്ച് വിശദാംശങ്ങളും സ്ഥിരീകരണമൊക്കെ ഇനിയിപ്പോൾ പോലീസിൽ നിന്നാണ് പുറത്തു വരേണ്ടത്. വേണം. ശരി, സുർജിത്ത് അയ്യപ്പത്തം തുടരുന്നുണ്ട്. സുർജിത്ത്, ഈ കത്തിന്റെ ഉള്ളടക്കം എന്താണ്? അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? കൂടാതെ ചികിത്സിക്കാനുള്ള മാർഗം ഉണ്ടാകാനുള്ള സാധ്യതയും കുറവല്ലേ? അങ്ങനെ വരുമ്പോൾ ഏറ്റുമുട്ടൽ, അതിനുശേഷം രക്തസാക്ഷിത്വം, അങ്ങനെയാണോ ഈ കത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? വേണു, ആ കത്ത് ഞാൻ വിശദമായി തന്നെ വായിക്കാം. അത് ഒരു 6 പാരഗ്രാഫ് വരുന്നൊരു കത്താണ്. നേരത്തെ ഈ സമാനമായ രീതിയിൽ തന്നെ
ഈ പലയിടങ്ങളിലും, അതായത് ഈ മക്കിമലയിലും അതോടൊപ്പം തന്നെ ഈ കമ്പമലയിലും ഉൾപ്പെടെ മാവോയിസ്റ്റുകൾ എത്തിയ ഘട്ടത്തിൽ ചില കത്തുകൾ നമുക്ക് ലഭിച്ചിരുന്നു. അതായത് ഇത്തരത്തിലുള്ള കത്തുകൾ മറ്റാളുകളുടെ ഫോണിൽ നിന്ന് അയക്കുകയാണ് ചെയ്യുന്ന പതിവ് ഈ മാവോയിസ്റ്റുകൾ. മറ്റാളുകളുടെ ഫോൺ, അതായത് ഈ മക്കിമലയിലെ റിസോർട്ടിലെ ജീവനക്കാരൻ്റെ ഫോൺ വാങ്ങി അതിൽ നിന്നാണ് മാധ്യമപ്രവർത്തകർക്ക് ഇവർ കത്തയച്ചിരുന്നത്. ആ കത്തിൻ്റെ അതേ രീതിയിലുള്ള കൈയക്ഷരം തന്നെയാണ് ഇതിനകത്ത് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ കത്തിലെ വിശദാംശങ്ങൾ പറയുമ്പോൾ ഇതിൽ ജോഗി എന്നുള്ള പേരിൽ, വക്താവ് ജോഗി എന്നുള്ള പേരിലാണ് ഈ കത്ത് ലഭിച്ചിരിക്കുന്നത്. പുത്തൻ ജനാധിപത്യ ഇന്ത്യക്കായി പോരാടി രക്തസാക്ഷിത്വം വരിച്ച സഖാവ് ലക്ഷ്മി, ബ്രാക്കറ്റിൽ കവിത എന്ന പേരുമുണ്ട്, ലക്ഷ്മിക്ക് ലാൽ സലാം എന്നാണ് ഈ കത്തിൻ്റെ ആമുഖക്കുറി. നവംബർ 13 രാവിലെ 9:50 അയ്യങ്കുന്ന് പഞ്ചായത്തിലെ ഉരുകുറ്റി കോളനിയിൽ സർക്കാരിൻ്റെ കൊലയാളി സേന തണ്ടർബോൾട്ടും ചുറ്റിവളഞ്ഞ് കബനീദളത്തിൻ്റെ ക്യാമ്പ് ആക്രമിക്കുകയുണ്ടായി. അപ്രതീക്ഷിതമായ ആക്രമണമായിരുന്നു ഇത്. 100 കണക്കിന് വരുന്ന സേന ചുറ്റിവളഞ്ഞ് കടന്നാക്രമണം നടത്തി. വിരലെണ്ണാവുന്ന ശക്തി വെച്ച് ഇവരെ പീപ്പിൾസ് ലിബറേഷൻ ആർമി ചെറുക്കുകയുണ്ടായി. ഈ പോരാട്ടത്തിനിടയിൽ ലക്ഷ്മി എന്ന കവിതയ്ക്ക് വെടിയേറ്റു. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും പിന്നീട് ചികിത്സയിൽ കഴിയവെയാണ് രക്തസാക്ഷിത്വം വരിച്ചത്. ഈ കവിതയുടെ ഭൗതിക ശരീരം വിപ്ലവകാരികൾക്ക് ലഭിക്കേണ്ട രീതിയിലുള്ള ബഹുമതികളോടുകൂടി പശ്ചിമഘട്ടത്തിൽ സംസ്കരിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ്. ഇതിനുശേഷം ഇത്തരത്തിൽ മോദി വിമർശനവും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള, കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വിമർശനവും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വിമർശനവും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആണ് ഈ കത്ത് അവസാനിക്കുന്നത്. ഇത്തരത്തിൽ 6 പാരഗ്രാഫ് വരുന്ന കത്താണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ കത്തിൽ ഇവരുടെ പശ്ചാത്തലം, ഈ കവിത എന്ന് പറയുന്ന ലക്ഷ്മിയുടെ പശ്ചാത്തലം വിശദീകരിക്കുന്നുണ്ട്. ഇതിൽ ആന്ധ്രാപ്രദേശിലെ റായൽസീമയിൽ ദരിദ്ര കർഷക കുടുംബത്തിൽ ജനിച്ചയാളാണ് ലക്ഷ്മി. വളരെ ചെറുപ്പത്തിൽ തന്നെ വിപ്ലവ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് വരികയും ചെയ്തു. ആന്ധ്രയിൽ ക്രൂരമായ ഈ ഭരണകൂട വേട്ടയ്ക്കെതിരെ ഇവർ പ്രതികരിച്ചു. പിന്നീട് പാർട്ടി തീരുമാനപ്രകാരം പശ്ചിമഘട്ട ദളത്തിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഏറ്റുമുട്ടൽ നടക്കുന്ന ഘട്ടത്തിൽ കബനി ദളത്തിൻ്റെ കമാൻഡറായി ദീർഘനാളായി പ്രവർത്തിച്ചു വരികയായിരുന്നു. മാത്രമല്ല ഈ മരിക്കുന്ന ഘട്ടത്തിൽ കബനി ഏരിയ സെക്രട്ടറി ആയിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു 6 പാരഗ്രാഫ് വരുന്ന കത്താണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ കത്തിൽ ആ കയ്യക്ഷരം പഴയ കയ്യക്ഷരം തന്നെയാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട 3 കത്തുകൾ വിവിധ ആളുകളുടെ ഫോണിൽ നിന്ന് അയച്ചതുമായി ബന്ധപ്പെട്ട് നമുക്ക് നേരത്തെ തന്നെ ലഭിച്ചതാണ്. അത് മറ്റ് മാധ്യമപ്രവർത്തകർക്കും സമാനമായ രീതിയിൽ തന്നെ ലഭിച്ചിരുന്നു. ഈ കത്തിൽ കത്തിൻ്റെ കയ്യക്ഷരവും ആ കയ്യക്ഷരവും ഒന്ന് തന്നെയാണ് എന്നുള്ളത് തന്നെ ഒറ്റനോട്ടത്തിൽ തന്നെ വ്യക്തമാവുന്നുണ്ട്. അതായത് ഇത് മാവോയിസ്റ്റുകളുടെ നേരത്തെ അവർ വ്യക്തമാക്കിയ ആ കത്തിൻ്റെ ഉള്ളടക്കം പോലെ തന്നെ ഇത് ഒരുപക്ഷെ വാസ്തവമാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തേണ്ടത് പോലീസാണ്, ATS ആണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തേണ്ടത്. ഇത്തരത്തിലുള്ള പോസ്റ്റർ ഈ തിരുനെല്ലി മേഖലയിലാണ് വന്നിരിക്കുന്നത്. തിരുനെല്ലി മേഖലയിൽ നേരത്തെ, അതായത് 2 ആഴ്ച മുമ്പാണ് മാവോയിസ്റ്റുകൾ അവിടുത്തെ കടയിൽ എത്തിയിരുന്നു എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണം ഉണ്ടായിരുന്നത്. ആ കത്തിൽ ആ പ്രദേശത്ത് കുണ്ടികപ്പറമ്പ് എന്ന് പറയുന്ന കോളനിയിലാണ് ഇത്തരത്തിൽ പോസ്റ്ററുകൾ പതിച്ചുകൊണ്ട് മാവോയിസ്റ്റുകൾ പോയിട്ടുള്ളത്. ഇന്നലെ വൈകിട്ട് 7:30 കൂടിയാണ് ഇവർ എത്തിയത് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ഈ നവംബർ 13 രാവിലെ നടന്ന ആ പോലീസും തണ്ടർബോൾട്ടും മാവോയിസ്റ്റുകളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അവരുമായി നേരെ വന അന്തർഭാഗത്തേക്കാകും ഒരുപക്ഷെ മാവോയിസ്റ്റുകൾ പോയിട്ടുണ്ടാവുക. മതിയായ ചികിത്സ ലഭിച്ചിട്ടുണ്ടാകില്ല. ഇതിനിടയിലായിരിക്കാം ഈ കവിത എന്ന് പറയുന്ന ഈ ലക്ഷ്മിയുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. ഈ മരണത്തെ തുടർന്ന് അവിടെ തന്നെ സംസ്കാരം നടത്തി, അതായത് പശ്ചിമഘട്ട മേഖലയിൽ തന്നെ സംസ്കാരം നടത്തി എന്നുള്ള തരത്തിലുള്ള ഒരു സ്ഥിരീകരണം ലഭിക്കുന്ന വിധത്തിലുള്ള പോസ്റ്ററുകളും ഒപ്പം തന്നെ കത്തുമാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി അന്വേഷിക്കേണ്ടത് പോലീസാണ്. ഇതുമായി ബന്ധപ്പെട്ട സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് പോലീസാണ്. ഇതിനെതിരെ ശക്തമായ തിരിച്ചടി നൽകും എന്നുൾപ്പെടെയുള്ള വാക്കുകൾ ഈ മാവോയിസ്റ്റുകൾ പതിച്ച പോസ്റ്ററിൽ പറയുന്നുണ്ട്. കോർപ്പറേറ്റുകൾക്ക് കൊള്ളയടിക്കാൻ പശ്ചിമഘട്ടത്തെ ഒരുക്കുകയാണ് പിണറായി സർക്കാരുകളുടെ ആസൂത്രിത നീക്കം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഈ കൊലയാളികൾക്കെതിരെ ആഞ്ഞടിക്കുക എന്നൊക്കെ പറയുന്നതാണ് ഈ പോസ്റ്ററിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഗ്രാമങ്ങളെ ചുവപ്പണിക്കാൻ സ്വന്തം ജീവൻ സമർപ്പിച്ച മാവോയിസ്റ്റ് വനിതാ ഗറില്ല കവിതയ്ക്ക് ലാൽസലാം എന്നൊക്കെ എഴുതിയ പോസ്റ്ററുകളാണ് ഈ മാവോയിസ്റ്റുകൾ പതിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ 6 പോസ്റ്ററുകൾ
6 പോസ്റ്ററുകൾ പതിച്ചു എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ആ മേഖലയിൽ 6 പോസ്റ്ററുകളാണ് പതിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു മരണം സംഭവിച്ചിരിക്കുന്നു കഴിഞ്ഞ ഏറ്റുമുട്ടൽ എന്നുള്ള സ്ഥിരീകരണമാണ് നമുക്ക് ലഭിക്കുന്നത്. നേരത്തെ നിരവധി മരണങ്ങൾ പശ്ചിമഘട്ട മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്, ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. മഞ്ചക്കണ്ടിയിലും അതോടൊപ്പം തന്നെ കരുളായിലും ഈ ബാണാസുരയിലും ഒപ്പം ഈ അതോടൊപ്പം തന്നെ വൈത്തിരിയിലും ഉൾപ്പെടെ ഇത്തരത്തിൽ നിരവധി മരണങ്ങൾ, മാവോയിസ്റ്റുകളുടെ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ പട്ടികയിലേക്കാണ് ഇപ്പോൾ കവിതയുടെ മരണവും ഉണ്ടായിരിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു സ്ഥിരീകരണം വരുന്ന വിവരം തന്നെയാണ് ഈ മാവോയിസ്റ്റ് ജോഗി വക്താവ് എന്നുള്ള പേരിൽ അയച്ച കത്തിൽ വ്യക്തമാകുന്നത്. വേണു. ശരി, സജോ ദേവസ്യം തുടരുന്നുണ്ട്. സജോ, എന്ത് തരത്തിലുള്ള ഭീഷണിയുടെ പേര് പറഞ്ഞാണ് തണ്ടർബോൾട്ട് ഇത്ര വലിയ ആക്രമണം നടത്തിയത്? കൂടാതെ ഈ രക്തകടങ്ങൾ രക്തത്താൽ പകരം വീട്ടുമെന്ന മുന്നറിയിപ്പ് നൽകുന്ന സൂചന എന്താണ്? വേണു, അതായത് ഈ കണ്ണൂർ ജില്ലയുടെ മലയോര വയനാടുമായി അതിർത്തി പങ്കിടുന്ന മലയോര വനാതിർത്തി ഗ്രാമങ്ങൾ, പ്രത്യേകിച്ച് ആറളം, അയ്യങ്കുന്ന്, കൊട്ടിയൂർ ഉൾപ്പെടുന്ന മേഖലയിൽ തുടർച്ചയായി മാവോയിസ്റ്റുകളുടെയും സാന്നിധ്യമുണ്ടായിരുന്നു. അവർ അതിനിടെ അയ്യങ്കുന്ന് പഞ്ചായത്തിലെ ഇടപ്പുഴയിലടക്കം സായുധരായും നഗരത്തിലിറങ്ങുകയും അവിടുത്തെ ഒരു ടൗൺ മേഖലയിൽ ഇറങ്ങുകയും പ്രകടനം നടത്തുകയും മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്തതാണ്. അങ്ങനെ പലയിടങ്ങളിൽ വിയറ്റ്നാമിൽ കീഴ്പള്ളിയിൽ, ആറളത്ത്, കൊട്ടിയൂരിൽ, കേളകത്ത് അങ്ങനെ തുടർച്ചയായി ഈ നാട്ടിലേക്ക് എത്തുകയും അവിടെയൊക്കെ വീടുകളിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കളും മറ്റും ശേഖരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഇതിൽ പോലീസ് ഒരു പ്രത്യേക ഓപ്പറേഷൻ തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായി ഹെലികോപ്റ്റർ നിരീക്ഷണം അടക്കം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരാളെയും ഈ മേഖലയിൽ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുകയോ കണ്ടെത്തുകയോ അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അപ്രതീക്ഷിതമായ ഒരു ഓപ്പറേഷനാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിലൊരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഓപ്പറേഷനിലേക്ക് പോവുകയായിരുന്നു. അതിന് തൊട്ട് മുൻപ് തലപ്പുഴയിൽ ഒരു ഓപ്പറേഷൻ നടന്നിരുന്നു. അവിടെ നിന്നും ചില വിവരങ്ങൾ ലഭ്യമായിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ അയ്യങ്കുന്ന് പഞ്ചായത്തിലെ ഉരുപ്പൻകുറ്റി വനമേഖലയിൽ അവർ ഒരു പ്രത്യേക ഒരു സമ്മേളനത്തിന്റെ സ്വഭാവത്തിലുള്ള ഒരു ക്യാമ്പാണ് അവിടെ ഉണ്ടായിരുന്നത്. അതായത് അവിടെ ഷെഡ് കെട്ടി അവരവിടെ ക്യാമ്പ് ചെയ്തിരുന്നു. ആ ക്യാമ്പാണ് പുലർച്ചയോടുകൂടി, ഏതാണ്ട് പുലർച്ചെ 2 മണിയോടുകൂടി ഏതാണ്ട് 80-ലധികം വരുന്ന തണ്ടർബോൾട്ട് സംഘം, പിന്നീട് അത് 2 ടീമുകളായിട്ടാണ്, 80-ലധികം വരുന്ന സേനാംഗങ്ങളുള്ള ഫോഴ്സാണ്, അങ്ങോട്ടേക്ക് സായുധരായ ഫോഴ്സാണ്, തണ്ടർബോൾട്ടിന്റെ ഫോഴ്സാണ് ആ ക്യാമ്പ് വളഞ്ഞ് ആക്രമണത്തിലേക്ക് കടന്നത്. അവരെ പിടികൂടുക എന്നതായിരുന്നു ലക്ഷ്യം. അതല്ലാതെ മറ്റ് പ്രകോപനങ്ങളൊന്നും സമീപകാലത്ത് കണ്ണൂർ ജില്ലയുടെ മേഖലയിൽ ഉണ്ടായിട്ടില്ല. അതേസമയം മറ്റിടങ്ങളിൽ അതിന് മുൻപ് നേരത്തെ ചാവച്ചി എന്ന് പറയുന്ന സ്ഥലം, അതും സമാനമായി ഈ ആറളം വന്യജീവി സംഘത്തോട് ചേർന്ന പ്രദേശമാണ്. അവിടെ ഒരു വെടിവെപ്പ് ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ അവരെ പിടികൂടാനുള്ള ശ്രമം പക്ഷേ പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് അത്തരം സാന്നിധ്യം, അതിന്റെ ഭാഗമായി ചില ഓപ്പറേഷനുകൾ തീരുമാനിക്കപ്പെട്ടിരുന്നു. ഈ ഒരു വിവരം ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിൽ, ആ രഹസ്യ വിവരം കൃത്യവുമായിരുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥലത്തെത്തുകയും അത് പിന്നീട് ഏറ്റുമുട്ടലായി തന്നെ പരിണമിക്കുകയും ചെയ്തു. അതിനെ തുടർന്നാണ് ഈ സംഭവം 2 പേർക്ക് വെടിയേറ്റിരുന്നു എന്നത് ആ ഘട്ടത്തിൽ തന്നെ സ്ഥിരീകരിക്കപ്പെട്ടതാണ്. പക്ഷേ മരണമൊന്നും സ്ഥിരീകരിച്ചിരുന്നില്ല. ഏതായാലും ഈ പോസ്റ്റർ ശരിയാവാനാണ് കൂടുതൽ സാധ്യത. അന്ന് അവർ കണ്ണൂർ ജില്ലയിലെ ഏതെങ്കിലും ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തുന്നുണ്ടോ എന്നത് വ്യാപക നിരീക്ഷണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കണ്ണൂരിന്റെ വനാതിർത്തി മേഖലയിലുള്ള ആശുപത്രികളിലേക്കൊന്നും അവർ വരില്ല എന്ന കാര്യം ഉറപ്പായിരുന്നു. മറ്റേതെങ്കിലും മേഖലയ്ക്ക് ഒരുപക്ഷെ മെച്ചപ്പെട്ട ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ശ്രമം അവരുടെ ഭാഗത്ത് നിന്ന് ഈ പോലീസിന് പിടിക്കപ്പെടും എന്നത് ഭയം ഒരുപക്ഷെ ഉണ്ടായിരിക്കില്ല. അത് മരണത്തിലേക്ക് നയിച്ചു എന്ന് വേണം കരുതാൻ. മറ്റൊന്ന്, കണ്ണൂരിൽ ഏതെങ്കിലും തരത്തിൽ സമീപകാലത്ത് ഈ ചാവച്ചിയിൽ നടന്ന ഒരു വെടിവെപ്പും ഇവിടെ ഉണ്ടായിരുന്ന തണ്ടർബോൾട്ട് സംഘം വന്നപ്പോൾ ഉണ്ടായ ഒരു ഏറ്റുമുട്ടൽ ഒഴിച്ചു നിർത്തിയാൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിലേക്ക് സമീപകാലത്ത് മാവോയിസ്റ്റ് സംഘം കടന്നിട്ടില്ല. പക്ഷെ അതേസമയം ഇത് ആക്രമണങ്ങൾ ഉണ്ടാകും എന്നൊരു സൂചന സ്വാഭാവികമായും ഇതിലുണ്ട്. അതിന്റെ ഭാഗമായുള്ള ഇപ്പോഴും ഈ ഏറ്റുമുട്ടലിന് തൊട്ടു പിന്നാലെ ഈ മേഖലയിൽ തണ്ടർബോൾട്ടിന്റെ സ്ഥിരമായ സാന്നിധ്യം പോലീസ് ഇതിനകം ഉറപ്പാക്കിയിട്ടുണ്ട്. അതിനുള്ള സ്പെഷ്യൽ ഫോഴ്സിനെ ഈ സ്ഥലങ്ങളിൽ, അതായത് നേരത്തെ മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ടായിരുന്ന ഈ ഏറ്റുമുട്ടലുണ്ടായ 2 സ്ഥലങ്ങളിലാണ്. ഒന്നൊരു പക്ഷേ അപ്രതീക്ഷിതമായ ഒരു ഏറ്റുമുട്ടലായിരുന്നു. അത് പിന്നീട് മാവോയിസ്റ്റുകൾ കടന്നു കളയുകയാണ് ചെയ്തത്. മറ്റൊന്ന്, കാര്യമായ ഏറ്റുമുട്ടൽ നടന്നത് ഈ ഉരുപ്പൻകുറ്റിയിലാണ്. അവിടെ പിന്നീടുള്ളത് തലപ്പുഴയാണ്, വയനാട് മേഖലയായ തലപ്പുഴ ഉൾപ്പെടുന്ന മേഖലയാണ്. അവിടെയാണ് പിന്നെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായത്. മറ്റ് ഏറ്റുമുട്ടലുകളെല്ലാം പിന്നീട് നടന്നിട്ടുള്ളത് വയനാട്ടിലാണ്. അതിന്റെ ചരിത്രം നമുക്കറിയാം. പക്ഷേ കണ്ണൂരിൽ അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. ഏതായാലും ഈ കാര്യത്തിൽ മാവോയിസ്റ്റുകൾ ഒരു ഭീഷണി കൂടി ഈ കത്തിൽ ഉണ്ട് എന്നതാണ്, തിരിച്ചടി ഉണ്ടാകും എന്ന നിലയ്ക്കുള്ളത്. പക്ഷേ അതിന്റെ ഭാഗമായുള്ള മുൻകരുതൽ നേരത്തെ തന്നെ വലിയ ഫോഴ്സിനെ ഇറക്കി ഈ മേഖലയിൽ തണ്ടർബോൾട്ടിന്റെ പ്രത്യേക വിന്യാസം ഉൾപ്പെടെ നേരത്തെ തന്നെ നടത്തി പോന്നിട്ടുമുണ്ട്. ഏതായാലും അതിന്റെ ഭാഗമായുള്ള കൂടുതൽ സ്ഥിരീകരണങ്ങൾ ഒരുപക്ഷെ പോലീസിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. സജോ ദേവസ്യയും സുർജിത് അയ്യപ്പത്തുമാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന തർക്കം അയവില്ലാതെ തുടരുന്നു. ഏകീകൃത കുർബാനയെ പിന്തുണയ്ക്കുന്നവർ ബിഷപ്പ് ഹൗസിൽ പ്രതിഷേധിച്ചു. സിനഡ് നിർദ്ദേശപ്രകാരം കുർബാന അർപ്പിച്ച വൈദികരെ മർദ്ദിച്ചവർക്കെതിരെ നടപടി വേണമെന്നാണ് ഇവരുടെ ആവശ്യം. അക്രമികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് അതിരൂപത നേതൃത്വത്തിൻ്റെതെന്ന് പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി. ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ AMT ഗുണ്ടകളുടെ നേതൃത്വത്തിൽ, വിമത വൈദികരുടെ നേതൃത്വത്തിൽ വ്യാപകമായ അഴിഞ്ഞാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാർപ്പാപ്പ ആവശ്യപ്പെട്ടതിന് പ്രകാരം സഭയുടെ പരിശുദ്ധ കുർബാന ഡിസംബർ 25 എല്ലാ പള്ളികളിലും തുടങ്ങണമെന്ന് ആവശ്യപ്പെട്ടത് മാർപ്പാപ്പയാണ്.
ആ മാർപ്പാപ്പയുടെ കൽപ്പന അനുസരിച്ച് തന്നെ നിരവധി വൈദികർ അതിരൂപതയിൽ 25-ാം തീയതി മുതൽ പരിശുദ്ധ കുർബാന തുടങ്ങുകയുണ്ടായി. അതായത് ഒറ്റ കുർബാനയല്ല, അന്ന് മുതൽ കുർബാന അർപ്പണ രീതി തുടരുകയുണ്ടായി. അജീഷ് ജയകുമാർ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അജീഷ് ജയകുമാർ, എന്താണ് ഈ ഏകീകൃത കുർബാനക്കാർ നടത്തുന്ന പ്രതിഷേധത്തിന്റെ സാഹചര്യം? എന്താണ് അവർ പറയുന്നത്? വേണു, ഈ ഏകീകൃത കുർബാന വിഷയത്തിൽ ഓരോ ദിവസവും സിറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രശ്നങ്ങൾ വഷളാവുകയാണ്. ഡിസംബർ 25 മുതൽ ഈ അതിരൂപതയിലെ എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്ന ബിഷപ്പിന്റെ നിർദ്ദേശം വന്നതിന് പിന്നാലെ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററും അങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അതിനുവേണ്ടി ക്രിസ്മസിന്റെ ദിവസം ഒരു ഏകീകൃത കുർബാന മാത്രം നടപ്പിലാക്കിയിരുന്നു. ഇതിന് പിറ്റേന്ന ദിവസം മുതൽ പല ഇടവകളിലും ജനാഭിമുഖ കുർബാന അർപ്പിച്ചിരുന്നു. ഇതിൽ പലയിടത്തും പ്രതിഷേധമുണ്ടായി, പലയിടത്തും സംഘർഷമുണ്ടായി, വികാരിമാർക്ക് മർദ്ദനമേറ്റ ഒരു സാഹചര്യം ഉണ്ടായി. അതായത് ഏകീകൃത കുർബാന അർപ്പിച്ച ചില വൈദികർക്ക് സംഘർഷം, ചിലരെ പൂട്ടിയിടുകയും ചിലർ സംഘർഷത്തിൽ പരിക്കേൽക്കുകയും അടക്കം വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറുകയുമുണ്ടായി. ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ ഏകീകൃത കുർബാനയെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം ഇപ്പോൾ ബിഷപ്പ് ഹൗസിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത്. ഇവർ രാവിലെ 9:30 ഇവിടെ എത്തി പിതാവിനെ കണ്ടിരുന്നു, ബോസ്കോ പുത്തൂരിനെ കണ്ടിരുന്നു. ഇവരുടെ പ്രധാനമായി ആവശ്യം ഏകീകൃത കുർബാന അർപ്പിക്കുന്ന വൈദികർക്ക് സംരക്ഷണം ഏർപ്പെടുത്തുക, ഒപ്പം തന്നെ ഇതിനെ മർദ്ദിച്ചവർക്ക്, ഈ വൈദികർക്കെതിരെ ആക്രമണം നടത്തിയവർക്കെതിരെ നടപടിയും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇവർ പ്രതിഷേധിക്കുന്നത്. ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ ഇവർ ഇവിടുന്ന് പുറത്ത് പോകില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഇവിടെ ഇപ്പോൾ പിതാവിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം ഇവരോട് എന്ത് നടപടി എടുക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം പറയും. കഴിഞ്ഞ ഡിസംബർ 25 മുതൽ എറണാകുളത്തെ പല പള്ളികളിലും സംഘർഷമുണ്ടായിരുന്നു. ചിറ്റൂരിലും അതേപോലെ താന്നിയം പള്ളിയിലും വൈദികരെ പൂട്ടിയിടുന്ന അടക്കമുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു പ്രതിഷേധം കൂടി ഈ ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്നവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും ഈ ബിഷപ്പ് ഹൗസിന് മുന്നിൽ പോലീസ് അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. മറുവിഭാഗം ഇവിടെ എത്തിയേക്കും. മറ്റൊരു സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനായി പോലീസ് അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരിന്റെ നേതൃത്വത്തിൽ അകത്തൊരു യോഗം നടക്കുന്നുണ്ട്. അതിനുശേഷം ഇവരോട് സംസാരിക്കുമെന്നാണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത്. അജീഷ് ജയകുമാറാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മാധ്യമപ്രവർത്തകയെ അപമാനിച്ചെന്ന കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി BJP നേതാവും മുൻ MPയും നടനുമായ സുരേഷ് ഗോപി ഹൈക്കോടതിയിൽ. കഴിഞ്ഞ ദിവസം പോലീസ് ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരുന്നു. ഹർജിയിൽ നിലപാടറിയിക്കാൻ സർക്കാരിന് നോട്ടീസ് നൽകി. ശ്രീകാന്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, എന്താണ് സുരേഷ് ഗോപിയുടെ ഹർജിയുടെ ഉള്ളടക്കം? നേരത്തെ ഇദ്ദേഹത്തിനെതിരെ, സുരേഷ് ഗോപിക്കെതിരെ വിവിധ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരുന്നു. പക്ഷേ ആ വകുപ്പുകൾ ചുമത്തി കേസെടുത്തതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം കുറച്ചുകൂടി ഗുരുതരമായ വകുപ്പുകൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു പോലീസ്. ഈ പശ്ചാത്തലത്തിൽ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള സൂചന സുരേഷ് ഗോപിക്ക് കിട്ടിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം നിലവിൽ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഹൈക്കോടതി വെക്കേഷൻ ബെഞ്ച് മുൻപാകെ അദ്ദേഹം ഇന്ന് രാവിലെ ആന്റിസിപ്പേറ്ററി ബെയിൽ മുൻകൂർ ജാമ്യ ഹർജി ഫയൽ ചെയ്തു. ഇത് കോടതി ഫയലിൽ സ്വീകരിച്ച് സംസ്ഥാന സർക്കാരിനും പോലീസിനും നോട്ടീസ് അയച്ചിട്ടുണ്ട്. അവരുടെ നിലപാട് അറിയിക്കാനാണ് നോട്ടീസിൽ പറയുന്നത്. കോഴിക്കോട് വെച്ച് മാധ്യമങ്ങളെ കാണുന്നതിനിടെ ഒരു വനിതാ മാധ്യമ പ്രവർത്തകയെ അപമാനിച്ചു എന്നുള്ളതാണ് സുരേഷ് ഗോപിക്കെതിരെ ഉയർന്ന ആരോപണം. അതിന്മേൽ കോഴിക്കോട് നടക്കാവ് പോലീസാണ് പിന്നീട് കേസെടുത്തത്. ഈ കേസിന്മേൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് സുരേഷ് ഗോപിക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കൊണ്ട് പുതിയ റിപ്പോർട്ട് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇത് അറസ്റ്റിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനയായാണ് സുരേഷ് ഗോപി കരുതുന്നത്. ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കടയ്ക്കാവൂർ കവലയൂരിൽ നായ്ക്കാവലിൽ ലഹരി വിറ്റിരുന്ന കേന്ദ്രം വളഞ്ഞ് പോലീസ് പ്രതികളെ പിടികൂടി. കവലയൂർ ആറ്റിങ്ങൽ നഗരൂർ സ്വദേശികളായ ഷൈൻ, രാഹുൽ, ബിജോയ് എന്നിവരാണ് പിടിയിലായത്. കഞ്ചാവും MDMAയും പിടികൂടി. അലക്സ് റാം മുഹമ്മദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അലക്സ്, ഈ സംഘം ഇങ്ങനെ പ്രവർത്തിക്കുന്നത് അടുത്തിടെയാണോ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്? എന്താണ് വിശദാംശങ്ങൾ? വേണു, ഈ കടക്കാവൂരിലും പരിസര പ്രദേശങ്ങളിലും ലഹരി വസ്തുക്കൾ സുലഭമായി ലഭിക്കുന്നു എന്ന പരാതി പോലീസിന് ലഭിച്ചിരുന്നു. മാത്രമല്ല, ഈ ലഹരി വസ്തുക്കളുടെ വിൽപ്പന ഈ പ്രദേശത്ത് വ്യാപകമാണ് എന്ന പരാതികളും പോലീസിന് ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് പോലീസിന്റെ ഷാഡോ സംഘം ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചതും അന്വേഷണം ആരംഭിച്ചതും. അങ്ങനെ ഇന്നലെ രാത്രി 11 മണിയോടുകൂടി ഇവർ ഈ ലഹരി മരുന്ന് വിൽപ്പന നടത്തുന്നതിനിടെയാണ് ഇവർ പോലീസിന്റെ കയ്യിൽപ്പെട്ടത്. കടയ്ക്കാവൂർ കവലയൂരിൽ ആണ് ഇവർ പോലീസിന്റെ പിടിയിലായത്. വീട് വളഞ്ഞ പ്രതികളെ സാഹസികമായി കടയ്ക്കാവൂർ പോലീസ് പിടികൂടുകയായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 8 നായ്ക്കൾ ഈ വീട്ടിൽ വളർത്തുന്നുണ്ടായിരുന്നു. ഈ നായ്ക്കളുടെ കാവലിലായിരുന്നു ഇവർ
ഈ ലഹരി വിൽപ്പന നടത്തിയിരുന്നത് എന്നുള്ളതാണ്. പോലീസിന് തന്നെ ഇവരെ കീഴ്പ്പെടുത്താൻ നന്നേ പ്രയാസപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കവലയൂർ, ആറ്റിങ്ങൽ, നഗരൂർ സ്വദേശികളായ 3 പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഷൈൻ, രാഹുൽ, ബിജോയ് എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഇവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീട്ടിൽ നിന്ന് മയക്കുമരുന്ന് ശേഖരവും പോലീസ് പിടികൂടിയിട്ടുണ്ട്. കഞ്ചാവും MDMA-യും അടക്കമാണ് ഇവരിൽ നിന്ന് പിടികൂടിയത്. 10.1 ഗ്രാം MDMA-യും 650 ഗ്രാം കഞ്ചാവും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തതായി പോലീസിന്റെ FIR-ൽ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ 1,30,000 രൂപയും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം ഇവരെ കോടതിയിൽ ഹാജരാക്കും. വേണു. അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. 2024-ലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുൻനിർത്തി BJP വീണ്ടും മോദി മുദ്രാവാക്യവുമായി പ്രചാരണ വീഡിയോ പുറത്തുവിട്ടു. രാമക്ഷേത്രം നേട്ടമായി കാണിക്കുന്നതിനൊപ്പം അനുച്ഛേദം 370 റദ്ദാക്കിയത് ചരിത്രപരമെന്നും വീഡിയോയിൽ. നാളെ അയോധ്യയിൽ മോദിയുടെ റോഡ് ഷോയുണ്ട്. ആർ രാധാകൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ഡൽഹിയിൽ നിന്ന്. രാധാകൃഷ്ണൻ, ഈ പ്രചാരണ വീഡിയോ ഇപ്പോൾ ഇറക്കിയ സാഹചര്യം എന്താണ് നാളത്തെ മോദിയുടെ റോഡ് ഷോയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? വേണു, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള പരിപാടികളിലേക്ക് BJP കടന്ന് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നരേന്ദ്രമോദിയെ മുഖമാക്കി നിർത്തിക്കൊണ്ട് BJP അവരുടെ പ്രചരണ പരിപാടികൾ, ദൃശ്യ പ്രചരണ പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ഗാനം പുറത്തിറക്കിയിരിക്കുന്നത്. 3 സംസ്ഥാനങ്ങളിൽ നേടിയ വിജയം, അതിന് തുടർച്ച എന്ന രീതിയിൽ അതേ ഊർജം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ശ്രമമാണ് BJP നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ വീഡിയോയിലെ ഗാനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അവദാനങ്ങൾ പാടുന്ന വിധത്തിലാണ് ഈ ഗാനങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പറഞ്ഞ വാക്കുകളെല്ലാം പാലിക്കുന്ന വിധത്തിൽ ഭരണം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. രാജ്യത്ത് സുസ്ഥിരമായിട്ടുള്ളൊരു സർക്കാർ ഉണ്ടായിരിക്കുന്നു. രാജ്യത്ത് ക്രമസമാധാന നില സംബന്ധിച്ചും രാജ്യത്തിൻ്റെ പരമാധികാരം സംബന്ധിച്ചും ഉള്ള കാര്യത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. കശ്മീർ അടക്കമുള്ള വിഷയങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. രാമക്ഷേത്രം അടക്കം യാഥാർത്ഥ്യമായി. അങ്ങനെ പറഞ്ഞ വാക്കുകളെല്ലാം മോദിയുടെ ഗ്യാരണ്ടിയായി യാഥാർത്ഥ്യമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇതടക്കം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്, പ്രവർത്തകരെ ആവേശം കൊള്ളിക്കുകയാണ് ഈ ഗാനത്തിന്റെ ലക്ഷ്യം. ഇതിന് തുടർച്ച എന്ന രീതിയിലാണ് ഇനി അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലും BJP പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ പോകുന്നത്. പ്രധാനമന്ത്രി നാളെ അവിടെ അന്താരാഷ്ട്ര വിമാനത്താവളം അടക്കമുള്ള പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാനാണ് എത്തുന്നത്. ആ ഘട്ടത്തിലാണ് റോഡ് ഷോയും നടക്കാനായി പോകുന്നത്. വലിയ റോഡ് ഷോ ആയിരിക്കും അയോധ്യയിൽ നടക്കുന്നത്. ആ റോഡ് ഷോയുടെ ഊർജം രാജ്യത്ത് എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ കാര്യങ്ങളെ കൊണ്ടുപോവുകയും തുടർന്ന് ഉദ്ഘാടനമടക്കമുള്ള ദിനങ്ങളിൽ അയോധ്യ ഒരു പ്രധാന വിഷയമാക്കി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് BJP കടക്കുകയും ചെയ്യും. അങ്ങനെ അയോധ്യയിലെ രാമക്ഷേത്രം, അയോധ്യയിലെ വികസനം, ഇവയെല്ലാം BJP-യാണ് യാഥാർത്ഥ്യമാക്കിയത് എന്ന സന്ദേശം രാജ്യത്ത് തന്നെ വലിയ രീതിയിൽ BJP-ക്ക് ഹിന്ദു അനുകൂല സമീപനം ലഭിക്കും എന്ന പ്രതീക്ഷയാണ് ദേശീയ നേതൃത്വത്തിന് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ മൂന്നാമതൊരു തവണ കൂടി BJP-ക്ക് അധികാരത്തിൽ വരാൻ അത് വലിയ രീതിയിൽ ഗുണകരമാകും എന്ന് BJP കരുതുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ വിധത്തിലുള്ള നടപടികൾ BJP-യുടെ ഭാഗത്ത് നിന്ന് വേണം. മുസ്ലിം ലീഗ് നേതൃയോഗം സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിൽ ആരംഭിച്ചു. അയോധ്യ രാമക്ഷേത്ര വിഷയത്തിലെ നിലപാടുൾപ്പെടെ ചർച്ചയാകും. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സമീർ ബിൻ കരീം, എന്താണ് നേതൃയോഗത്തിന്റെ അജണ്ട? വേണു, രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് മുസ്ലിം ലീഗ് നിലവിൽ പാണക്കാട് സാദിഖ് അലി ക്ഷേത്രങ്ങളുടെ വസതിയിൽ അടിയന്തര യോഗം ചേർന്നിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ PK കുഞ്ഞാലിക്കുട്ടി, PMA സലാം, അബ്ദുൾ സമദ് സമദാനി, MK അമീനുൽ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രി ചർച്ച ചെയ്യുന്നത് ഈ രാമക്ഷേത്ര ചടങ്ങുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനാണ് ക്ഷണം ലഭിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ഇതിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് മുസ്ലിം ലീഗ് എന്ത് നിലപാടെടുക്കണം എന്നുള്ളതാണ് പ്രധാനമായും ചർച്ചയാകുന്നത്. കാരണം കോൺഗ്രസ് പങ്കെടുക്കണമോ വേണ്ടയോ എന്ന് മുസ്ലിം ലീഗ് ഇതിന് യോഗത്തിന് ശേഷം നിലപാട് വ്യക്തമാക്കും. കാരണം കോൺഗ്രസിനോട് നേരത്തെ തന്നെ PMA സലാം നിലപാട് വ്യക്തമാക്കി. പ്രത്യേകിച്ച് കോൺഗ്രസ് ഇതിൽ പങ്കെടുക്കരുതെന്നുള്ള സൂചനയായിരുന്നു, അല്ലെങ്കിൽ മുന്നറിയിപ്പായിരുന്നു ഇന്നലെ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നെങ്കിൽ ഇന്ന് അത് വെട്ടിത്തുറന്ന് കൃത്യമായി തന്നെ നിലപാട് പറയുക എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. അതിന് മുന്നോടിയായിക്കൊണ്ടാണ് നിലവിൽ പാണക്കാട് ഇവിടെ യോഗം ചേർന്നിരിക്കുന്നത്. യോഗത്തിന് അല്പസമയത്തിനകം തന്നെ നേതാക്കൾ മാധ്യമങ്ങളെ കാണുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ പരസ്യ പ്രതികരണം വേണ്ട എന്നുള്ളതായിരുന്നു നേരത്തെ മുസ്ലിം ലീഗിന്റെ തീരുമാനം. എന്നാൽ നിലവിൽ അത് മാറി നിലപാട് എന്താണെങ്കിലും അത് പരസ്യമായി തന്നെ പറയുക എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ഒരു തീരുമാനം. അതോടൊപ്പം തന്നെ സമസ്തയടക്കമുള്ള സംഘടനകൾ കോൺഗ്രസ് പങ്കെടുക്കരുതെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ശരി, സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. അയോധ്യയിൽ നടക്കുന്നത് കല്യാണമല്ലെന്നും അതുകൊണ്ട് അവിടെ പോകാൻ ആരും വിളിക്കേണ്ടതില്ലെന്നും കോൺഗ്രസ് ഉത്തർപ്രദേശ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ദിനേശ് കുമാർ സിംഗ് 24-നോട്. രാമക്ഷേത്രമുണ്ടായത് സുപ്രീം കോടതിയുടെ ഇടപെടൽ കൊണ്ടാണ്.
അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പോകാൻ ദേശീയ നേതൃത്വത്തിന്റെ വിലക്കില്ലെന്നും ദിനേശ് കുമാർ സിംഗ് പറഞ്ഞു. बीजेपी का मंदिर तो नहीं, तो मंदिर सुप्रीम कोर्ट के आदेश से बन रहा है, ये हमारे देश की जनता जानती है. वहाँ पे कुछ विवाद था, कुछ चीज़ें हुई थी और कोर्ट के फैसले को भी सब लोग जानते हैं. उस फैसले में क्या क्या लिखा चीज़ें हैं, कई गलतियाँ हुई हैं, उसमें स्वीकार भी की गई हैं. तो वो कोई मंदिर ऐसा किसी व्यक्ति किसी पार्टी विशेष का होगा, ऐसा नहीं है. ആർ രാധാകൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, ദിനേശ് കുമാർ സിംഗ് എന്താണ് സൂചിപ്പിക്കുന്നത്? കോൺഗ്രസിന്റെ ഏതെങ്കിലും വിധത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു വിലക്ക് തങ്ങൾക്ക് അയോധ്യയിൽ പോകാനോ ചടങ്ങിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ ആരാധന നടത്താനോ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏത് വിധത്തിൽ ആയാലും അയോധ്യയിലെ രാമനും രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവകാശവാദം അത് BJPക്ക് മാത്രമല്ല തങ്ങൾക്ക് കൂടിയുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. രാമക്ഷേത്രം യാഥാർത്ഥ്യമായത് BJPയുടെ നേട്ടം കൊണ്ടല്ല, അത് സുപ്രീം കോടതിയുടെ നിർദ്ദേശം കൊണ്ടാണ്. ഇത് ഫലത്തിൽ കോൺഗ്രസിന്റെ ഉത്തർപ്രദേശ് ഘടകത്തിന്റെ യഥാർത്ഥ നിലപാട് അഥവാ ഈ രാമക്ഷേത്രം ഒരു നേട്ടമാണ് അഥവാ സ്ഥാപിക്കപ്പെട്ടത് ഉചിതമാണ് എന്ന കാര്യം വ്യക്തമാക്കുന്ന വിധത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നുള്ളതാണ്. ഒരുപക്ഷെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ ഘടകങ്ങൾ തമ്മിൽ എന്താ ഈ ഉള്ള അഭിപ്രായത്തിന്റെ വ്യത്യാസം അത് പ്രതിഫലിപ്പിക്കുന്ന വിധത്തിലാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഉള്ളത്. രാമൻ കോൺഗ്രസുകാരുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഉണ്ട്. അതുകൊണ്ട് അയോധ്യയിലേക്ക് പോകാനോ അവിടെ ഈ ക്ഷേത്രം യാഥാർത്ഥ്യമായ ചടങ്ങിന്റെ ഭാഗമായോ അതിനുശേഷമുള്ള ആരാധനയുടെ ഭാഗമായോ ഉൾപ്പെടുന്നത് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ക്ഷണം തങ്ങൾക്ക് വേണ്ട. അത് BJPയുടെ പരിപാടിയുമല്ല. തങ്ങൾക്ക് അവിടേക്ക് പോകാം. പാർട്ടി ഏതെങ്കിലും വിധത്തിൽ ഇക്കാര്യത്തിൽ തങ്ങളെ വിലക്കിയിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. നമ്മൾ ഈ പരസ്യ പ്രസ്താവനയൊക്കെ കോൺഗ്രസ് ദേശീയ നേതൃത്വം വിലക്കിയെന്ന് പറയുന്ന ഘട്ടത്തിലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഉത്തർപ്രദേശും ഈ ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ സമ്മർദ്ദം, ആ പ്രാദേശിക സംസ്ഥാന ഘടകങ്ങൾക്ക് പോലും വലിയ സമ്മർദ്ദം ഈ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട്. മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിച്ചു വന്നതിന്റെ ഒരു പ്രതിഫലനം ആകാം കോൺഗ്രസിന് പെട്ടെന്ന് ആ നിലപാടിൽ നിന്നും പിന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. ഇത് വ്യക്തമാക്കുന്നത് കൂടിയാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഈ ദിനേശ് കുമാർ സിംഗിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അയോധ്യ സ്വദേശിയായിട്ടുള്ള കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ് അദ്ദേഹം. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ്. സംഘടനാ കാര്യങ്ങൾ ഉത്തർപ്രദേശിൽ കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹമാണ് അവിടുത്തെ കോൺഗ്രസിന്റെ നിലപാട് അഥവാ പാർട്ടിക്ക് ഈ വിധത്തിലുള്ള ഒരു വിലക്ക് അവിടേക്ക് പോകാനില്ല. ഈ ഉത്തർപ്രദേശിലെ അയോധ്യയിൽ യാഥാർത്ഥ്യമാകുന്ന രാമക്ഷേത്രം അത് BJPയുടേത് മാത്രമല്ല. അവിടെ പോകണമെങ്കിൽ ആരും ക്ഷണിക്കേണ്ട, അതൊരു കല്യാണമല്ല എന്ന് അദ്ദേഹം തീർത്ത് പറയുന്നു. ഏതെങ്കിലും ഒരു കല്യാണമാണെങ്കിൽ മാത്രം ക്ഷണിച്ചിട്ട് പോയാൽ മതി. ഇത് അവിടെ അങ്ങനെ ക്ഷണമൊന്നും തങ്ങൾക്ക് ആവശ്യമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നു. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഇസ്രായേൽ എംബസിക്ക് സമീപത്തെ സ്ഫോടനത്തിൽ 11 പേരെ ചോദ്യം ചെയ്തു. സ്ഫോടനത്തിന് തൊട്ടു മുൻപ് പ്രദേശത്തുണ്ടായിരുന്നവരുടെ പട്ടിക തയ്യാറാക്കിയാണ് ചോദ്യം ചെയ്യൽ. സംഭവത്തിൽ ഇതുവരെ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. നിതിൻ അംബുജൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ഡൽഹിയിൽ നിന്ന്. നിതിൻ, ഇപ്പോഴും അന്വേഷണ സംഘത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു തുമ്പും കിട്ടിയിട്ടില്ല എന്നല്ലേ? വേണു, അങ്ങനെ തന്നെയാണ്. സ്ഫോടനം നടന്ന ഏതാണ്ട് 3 ദിവസം കഴിഞ്ഞിട്ടും പ്രതികൾ ഇപ്പോഴും കാണാമറയത്താണ്. പോലീസിന് കാര്യമായ തെളിവുകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. തീവ്രത കുറഞ്ഞ ഒരു പൊട്ടിത്തെറിയാണ് ചൊവ്വാഴ്ച വൈകിട്ട് ഉണ്ടായതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചും കൂടാതെ സിം കാർഡ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം മുന്നോട്ട് പോകുന്നു. ഈ സ്ഫോടനം നടക്കുമ്പോൾ പരിസരത്തുണ്ടായ ആളുകളെ കേന്ദ്രീകരിച്ചുള്ള ഒരു ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. ഏതാണ്ട് 11 പേരെ ചോദ്യം ചെയ്തതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CCTVയിൽ നിന്നും അതോടൊപ്പം തന്നെ സിം കാർഡ് കേന്ദ്രീകരിച്ചും നടത്തിയ അന്വേഷണത്തിൽ നിന്നാണ് ഏതാണ്ട് 12 പേരെ ഇപ്പോൾ 11 പേരെ ഇതിനം തന്നെ ചോദ്യം ചെയ്തിരിക്കുന്നത്. അതേസമയം തന്നെ ഈ സ്ഫോടനത്തിന് അന്തർ സംസ്ഥാന ബന്ധം ഉണ്ട് എന്നൊരു വിലയിരുത്തലാണ് ഇപ്പോൾ അന്വേഷണ സംഘമുള്ളത്. കാരണം ഹിന്ദി സംസാരിക്കാൻ അറിയാത്ത ആളുകളാകാം ഇത്തരമൊരു സ്ഫോടനം നടത്തിയ സംശയമാണ് പോലീസ് പ്രകടിപ്പിക്കുന്നത്. മാത്രമല്ല ജാമ്യ നഗർ മെട്രോ സ്റ്റേഷനുമേ ഓട്ടോയിൽ വന്ന സംഘമാകാം ഈ ഒരു സ്ഫോടനത്തിന് പിന്നിലെന്ന സംശയത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് കൂടുതൽ CCTV ദൃശ്യങ്ങൾ ക്യാമറകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഫോറൻസിക് റിപ്പോർട്ട് ഇന്നൊരു പക്ഷേ വരും. അതിനുശേഷം മാത്രമേ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയുള്ളൂ. എന്തായാലും അന്വേഷണം മുന്നോട്ട് പോകുന്നു. മറ്റ് കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെ പോലീസ് പങ്കുവച്ചിട്ടില്ല. വൈകാതെ പ്രതികളെ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിൽ പോലീസ് അറിയിക്കുന്നത്. നിതിൻ, കഴിഞ്ഞ ദിവസം ഈ CCTV ദൃശ്യങ്ങളിൽ വന്ന 2 പേരെ പറ്റിയുള്ള അന്വേഷണവും ഉണ്ടായിരുന്നു. അതെവിടെയും എത്തിയില്ല എന്നാണോ?
വേണു, ഇതുവരെ ആ ഒരു അന്വേഷണം പോലീസ് എവിടെയും എത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം പ്രതികളെന്ന് സംശയിക്കുന്ന രണ്ടുപേർ ഇവർ എവിടെ നിന്ന് വന്നു, ഇതിനുശേഷം എങ്ങോട്ടേക്ക് പോയി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. എന്തായാലും ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ പോലീസിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തുള്ള പ്രതികരണം കഴിഞ്ഞ ദിവസവും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. വൈകാതെ തന്നെ പോലീസ് ഇപ്പോൾ ഈ ഒരു ഫോറൻസിക് റിപ്പോർട്ട് വന്നതിന് ശേഷം കേസ് രജിസ്റ്റർ ചെയ്യും. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് ഇപ്പോഴത്തെ കേസിന്റെ ഇപ്പോഴത്തെ തൽസ്ഥിതി വിവരങ്ങൾ പങ്കുവയ്ക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിലെ വനംവകുപ്പ് ഓഫീസുകളിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ വിജിലൻസ് കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന അഴിമതിയുടെ വിവരങ്ങൾ. വനവികസന ഫണ്ടിൽ ക്രമക്കേട് നടത്തി ഉദ്യോഗസ്ഥർ ലാപ്ടോപ്പും വാഹനവും വാങ്ങി. വെബ്സൈറ്റ് തയ്യാറാക്കിയതിലും അഴിമതി. ഉദ്യോഗസ്ഥർ ബിനാമികളെ ഉപയോഗിച്ച് കരാറുകൾ തരപ്പെടുത്തുന്നതായും വിജിലൻസ് കണ്ടെത്തി. ഈ റിപ്പോർട്ടിലേക്ക് വരാം. ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുന്നു, അതിലേക്ക്. കോടതി വിധി വന്നതിന് ശേഷം അത് സംബന്ധിച്ച് അഭിപ്രായങ്ങളൊക്കെ IUML നേരത്തെ പറഞ്ഞതാണ്. പക്ഷേ ഇവിടെ കേവലം ഒരു ആരാധന തുടങ്ങുന്നതോ അല്ലെങ്കിൽ വർഷിപ്പ് തുടങ്ങുന്നതോ ഒന്നുമല്ല. വരാൻ പോകുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയ ഉദ്ഘാടനം ആക്കുന്ന തരത്തിലാണ് കേന്ദ്രം ഭരിക്കുന്ന BJP ഇതിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി ബാക്കിയുള്ളവരും ഒക്കെ ക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രചരണം അത് അടുത്ത പാർലമെൻറ്റ് ഇലക്ഷൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉള്ളതാണ്. ഹൈന്ദവ സമുദായത്തിൻ്റെ വിശ്വാസത്തെയും അതുപോലെ തന്നെ ആരാധനാ സ്വാതന്ത്ര്യത്തെയൊക്കെ ലീഗ് അങ്ങേയറ്റം ബഹുമാനിക്കുന്നു. അത് സംബന്ധിച്ച് ഞങ്ങൾ അഭിപ്രായം പറയുന്ന പ്രശ്നമില്ല. പക്ഷേ ഈ ഉദ്ഘാടന ചടങ്ങും ബാക്കി കാര്യങ്ങളുമൊക്കെ പൊളിറ്റിക്കലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പങ്കെടുക്കുന്നവരും പങ്കെടുക്കാത്തവരെയും ഒക്കെ വേർതിരിച്ച് എല്ലാവരെയും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരെ ഇതിൻ്റെ കാര്യങ്ങൾ കൊണ്ടുപോയി കേവലം ഒരു രാഷ്ട്രീയമാക്കി അത് രാഷ്ട്രീയമാണ്. ഇത് ആരാധനയും വിഷയങ്ങളൊന്നും അല്ലാതെ രാഷ്ട്രീയമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയും തിരിച്ചറിയണം. എന്നിട്ട് അവർ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കണം. മതേതരത്വ കാഴ്ചപ്പാടുള്ള പാർട്ടികളൊക്കെ അത് ചെയ്യും എന്നാണ് പാർട്ടി വിശ്വസിക്കുന്നത്. അതിലപ്പുറം ഈ വിഷയത്തെ സംബന്ധിച്ച് കാര്യമായി ഈ സ്റ്റേജിൽ കാരണം ഓരോ പാർട്ടി എടുക്കേണ്ട തീരുമാനത്തെക്കുറിച്ച് നമ്മൾ പറയില്ല. അത് അവർക്കൊക്കെ ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിനകത്ത് തീരുമാനം എടുക്കാനുള്ള നേതൃത്വമുണ്ട്. അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ദേശീയ തലത്തിൽ അവർക്ക് വിലയിരുത്തേണ്ടി വരും. അവരവരുടെ സ്വതന്ത്രമായ തീരുമാനം എടുക്കട്ടെ. പക്ഷേ ഇവർ നടത്തുന്ന രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമം ആരാധനാ വിഷയം രാഷ്ട്രീയവൽക്കരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്ന വിഷയം എല്ലാവരും അറിയണം. അതാണ് ഇന്നെടുത്ത തീരുമാനം. ബഹുമാനപ്പെട്ട തങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയും. പറഞ്ഞതുപോലെ ഇതിൽ സത്യത്തിൽ ഇതൊരു വിവാദമാക്കേണ്ട കാര്യം തന്നെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ BJP ഇതിപ്പോൾ രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടി ആണ് അവരത് ഉപയോഗിക്കുന്നത്. ആരാധനാലയങ്ങൾ അതെല്ലാവർക്കും വിശ്വാസികളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. മുസ്ലിങ്ങൾക്ക് പള്ളി എന്ന പോലെ ഹൈന്ദവ സമൂഹത്തിന് ക്ഷേത്രങ്ങൾ, ക്രൈസ്തവ സമൂഹത്തിന് ചർച്ചുകൾ, ഗുരുദ്വാരകൾ, സിഖുകാർക്ക് അങ്ങനെ ഓരോ വിഭാഗത്തിനും അവരുടെ ആരാധനാലയങ്ങൾ സുപ്രധാനമാണ്, പുണ്യമാണ്. അപ്പോൾ ആ നിലക്ക് മുസ്ലിങ്ങളും വിശ്വാസികളോടൊപ്പമാണ്. ആ വിഷയത്തിൽ വിശ്വാസികളോടൊപ്പമാണ് മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിങ്ങളുടെയും നയം അത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇതിനെ BJP വരാനിരിക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയാക്കി ഒരു മാറ്റാൻ ശ്രമിക്കുന്നതിനെ ഞങ്ങൾക്ക് യോജിക്കാൻ സാധ്യമല്ല. ആ തീരുമാനമാണ് ഞങ്ങൾക്കുള്ളത്. ഈ കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ്. കാരണം BJP ഇതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം മുമ്പിലാണ്. അപ്പോൾ ഉത്തരേന്ത്യയിലെ കോൺഗ്രസിന് പങ്കെടുത്തില്ലെങ്കിലും അത് ബാധിക്കും. അപ്പോൾ കോൺഗ്രസ് പങ്കെടുക്കുന്നതിൽ തെറ്റില്ല എന്നൊരു നിലപാട് അല്ല, അതിനെക്കുറിച്ച് ഞങ്ങൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്നാണ് ഞങ്ങൾ വിലയിരുത്തിയത്. കോൺഗ്രസ്സിന് അതിൻ്റേതായ സെറ്റപ്പ് ഉണ്ട്, ലീഡർഷിപ്പ് ഉണ്ട്, അവരുടെ മുമ്പിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് അവർ സ്വതന്ത്രമായ തീരുമാനം എടുക്കട്ടെ. ഓരോ പാർട്ടി കോൺഗ്രസ് മാത്രം ഇന്ത്യ മുന്നണിയിലെ പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ ഉണ്ടല്ലോ, ഒരു മുന്നണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികൾ സ്വതന്ത്രമായി തീരുമാനം എടുക്കട്ടെ. ആ തീരുമാനം ഓരോരുത്തരും എടുത്ത് പ്രഖ്യാപിച്ചതിന് ശേഷം വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ വീണ്ടും യോഗ ചേർന്ന് ഞങ്ങൾ ആ കാര്യങ്ങൾ ആലോചിക്കും. അങ്ങനൊന്നും ഞങ്ങൾ ഉപയോഗിച്ച വാക്ക് തന്നെ വളരെ ക്ലിയറാണ്. ഇനി അതിന് വേറൊരു വ്യാഖ്യാനം ആവശ്യമില്ല.
ഇല്ല, ഞങ്ങളെ അഭിപ്രായം പറഞ്ഞു. ഈ സ്റ്റേജിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്യണമെന്നോ ചെയ്യണ്ടെന്നോ അവർ പറഞ്ഞതിനെക്കുറിച്ചോ ഒന്നും ഞങ്ങൾ ഈ ഒരു വിഷയം ഇന്ത്യയുടെ ഒരു സാമൂഹ്യ ചുറ്റുപാടിൽ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഒന്നും ഞങ്ങൾ അഭിപ്രായങ്ങൾ പറയും. ഓരോ പാർട്ടിയും അവരുടെ അഭിപ്രായങ്ങൾ സ്വതന്ത്രമായി തീരുമാനിച്ചതിന് ശേഷം സിറ്റുവേഷൻ നോക്കി നമുക്ക് കൂടുതൽ എത്തിയിട്ടുണ്ടെങ്കിൽ കാണാം. ഓക്കെ, സെക്രട്ടറി ബിനോയ് വിശ്വം എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് പങ്കെടുക്കാൻ പാടില്ല. അപ്പം അതിലൊക്കെ ഒരു രാഷ്ട്രീയം അതെ, നമ്മൾ നേരത്തെ പറഞ്ഞതിൽ കൺഫൈൻ ചെയ്ത് നിൽക്കുമ്പോൾ ഫർദർ ഇത് സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കാത്തതിൽ ഖേദിക്കുന്നു. ഫ്രൈഡേ കൂടിയാണ്. താങ്ക് യു. ലീഗ് നേതൃയോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു നേതാക്കന്മാർ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നു. കോൺഗ്രസിൻ്റെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവർ ഈ കാര്യത്തിൽ സ്വതന്ത്രമായ തീരുമാനമെടുക്കട്ടെ. അവരത് പ്രഖ്യാപിച്ച ശേഷം പ്രതികരിക്കേണ്ടതുണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ നേതൃയോഗം ചർച്ച ചെയ്ത് പ്രതികരിക്കുമെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ ആരാധനാ വിഷയം BJP രാഷ്ട്രീയം കളിക്കാൻ ഉപയോഗിക്കുകയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ ഉദ്ഘാടനമാണ് ലക്ഷ്യം. KC വേണുഗോപാൽ ഇപ്പോൾ മാധ്യമങ്ങളെ കടന്നു അതിലേക്ക്. അതെ, ഞാൻ ചോദിക്കുന്നത് ഞങ്ങൾ കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനും അതുപോലെ തന്നെ സോണിയാഗാന്ധിക്കൊക്കെ അവരുടെ വ്യക്തിപരമായിട്ട് ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. ആ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്നുള്ളത് ആലോചിച്ച് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നാട്ടിൽ മുഴുവൻ അഭിപ്രായം പറയേണ്ട ഒരു കാര്യമല്ലത്. ആ കാര്യത്തിൽ കോൺഗ്രസ് നിലപാടെടുക്കേണ്ട സമയത്ത് ആ കാര്യത്തിൽ അവർ രണ്ടുപേരും നിലപാടെടുക്കേണ്ട സമയത്ത് അവർ നിലപാടെടുക്കും. അത് നിങ്ങൾക്ക് ബോധ്യമാവുമല്ലോ. അല്ല, ഞങ്ങൾ ചോദിച്ചല്ലോ, കോൺഗ്രസിൻ്റെ ഇക്കാര്യത്തിലൊക്കെ കോൺഗ്രസിന് വ്യക്തവും സുചിന്തിതവുമായ നിലപാടുകൾ എല്ലാ കാലത്തുണ്ട്. ഞങ്ങൾ ആ നിലപാടുകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. അതല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഞങ്ങളുടെ നിലപാട് പറയണം, ഇന്ന് പറയണം, നാളെ രാവിലെ പറയണം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പറയുന്ന പാർട്ടിയല്ല, അങ്ങനെ പറയത്തുമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പാർട്ടി ഫോറങ്ങളിൽ ചർച്ച ചെയ്ത് നിലപാടെടുക്കേണ്ട വിഷയങ്ങളിൽ നിലപാടെടുക്കും. അത് ഞാൻ പറഞ്ഞല്ലോ, പലവട്ടം പറഞ്ഞതാണിത്, ഇന്നലെയും പറഞ്ഞതാണ്. ഇത് തന്നെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങളോട് തിരിച്ചിതാണ്. ഒരു മാധ്യമപ്രവർത്തകന് ഫോൺ ചെയ്യാൻ പോലും സ്വാതന്ത്ര്യം കൊടുക്കാത്ത രാജ്യം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചോദ്യമില്ല, അതിനെക്കുറിച്ച് ആശങ്ക നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് ഈ ഇതിലുണ്ടാക്കി കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും കെണിയിൽ വീഴ്ത്താൻ പറ്റുമോ? ഇതാണല്ലോ ചോദ്യം. ഇപ്പം രാജ്യത്തിൻ്റെ വിശാലമായ താല്പര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിനെന്താ ചെയ്യുന്നത് ഒരു സർക്കാരിൻ്റെ ആഘോഷമായിട്ട്, ഒരു പാർട്ടിയുടെ ആഘോഷമായിട്ടാണോ ഇത്തരം ചടങ്ങുകൾ മാറ്റേണ്ടത്? അങ്ങനെയല്ലേ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ മാധ്യമങ്ങൾ ചാനൽ എടുത്ത് നോക്കിയാൽ ഒറ്റ വിഷയമല്ലേ ഉള്ളൂ. ഓക്കെ, അത് താങ്കൾ പറയല്ലോ, നിങ്ങൾ എല്ലാ കാര്യങ്ങളും യഥാസമയങ്ങളിൽ കിട്ടേണ്ട സമയത്തേക്ക് അറിവ് കിട്ടും. കിട്ടേണ്ടത് അറിവ് കിട്ടും. കുര്യൻ സാറിന്റെ ദുഃഖത്തിൽ പങ്കെടുക്കാൻ KC വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അയോധ്യ കാര്യത്തിൽ സുചിന്തിതമായ നിലപാട് എടുക്കും എന്ന പതിവ് നിലപാട് തന്നെ ആവർത്തിക്കുകയാണ് KC വേണുഗോപാൽ ചെയ്തിരിക്കുന്നത്. ക്ഷണം കിട്ടിയ നേതാക്കന്മാർ അവരുടേതായ രീതിയിൽ ഈ കാര്യത്തിൽ നിലപാടെടുക്കുമെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. മലപ്പുറത്ത് പാണക്കാട് തങ്ങളുടെ വസതിയിൽ ഇന്നിപ്പോൾ നേതൃയോഗം ചേർന്നിരിക്കുകയാണ്. അയോധ്യ വിഷയം ചർച്ച ചെയ്യാനാണ് ലീഗ് നേതൃയോഗം ചേർന്നത്. അതിനുശേഷം നേതാക്കന്മാർ ലീഗിന്റെ നിലപാട് ഇക്കാര്യത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. വിശദാംശങ്ങളുമായി സമീർ ബിൻ കരീം ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. സമീർ, എന്തൊക്കെയാണ് നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത്? രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് പ്രത്യേക അടിയന്തരമായി മുസ്ലിം ലീഗ് നിലവിൽ യോഗം ചേർന്നത് അവസാനിച്ചിരിക്കുന്നത്. നേതാക്കൾ കൃത്യമായി തന്നെ പറയുന്നത് BJP രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ അത് തിരിച്ചറിയണമെന്നുള്ളതാണ് മുസ്ലിം ലീഗ് വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതൊരു ആരാധനയല്ല, രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചറിയണമെന്ന് കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസ് പരിപാടിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായി തന്നെ ചോദിച്ചെങ്കിലും അത് കോൺഗ്രസിന് അവരുടേതായ തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ട്, അതവർ തീരുമാനമെടുക്കട്ടെ എന്നുള്ളതാണ് കൃത്യമായി തന്നെ PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി പറയുന്നത്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, മുസ്ലിം ലീഗിന് കോൺഗ്രസിൽ പങ്കെടുക്കുന്നതിനോട് യോജിപ്പില്ല. പക്ഷേ അത് പരസ്യമായി പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കാനുള്ള ശ്രമം മുസ്ലിം ലീഗ് നിലവിൽ നടത്തുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ മുന്നറിയിപ്പും ലീഗ് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് നിലവിൽ യോഗം ചേർന്നുകൊണ്ട് ഒരു കൃത്യമായ ഒരു നിലപാട് ലീഗ് വ്യക്തമാക്കിയത്. ദേശീയ തലത്തിലുള്ള ചർച്ചയാകുന്ന വിഷയം അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് പരസ്യമായി തന്നെ ഇത്തരം ഒരു നിലപാട് പറഞ്ഞ് പ്രതിസന്ധിയിലാക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നിലവിൽ ലീഗ് എത്തിയിരിക്കുന്നത്. പക്ഷേ വളരെ കൃത്യമായി തന്നെ ലീഗ് പറഞ്ഞു വെക്കുന്നു, അതായത് ഇത് BJP വളരെ കൃത്യമായി രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമമാണ് നടത്തുന്നത്. മുസ്ലിം ലീഗ് ഒരിക്കലും ആരാധനക്കോ വിശ്വാസത്തിനോ വിശ്വാസ സ്വാതന്ത്ര്യത്തിനോ എതിരല്ല, മറിച്ച് ഇത്തരം രാഷ്ട്രീയ മുതലെടുപ്പ് രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചറിയണമെന്നുള്ളതാണ് ലീഗ് കൃത്യമായി തന്നെ പറയുന്നത്.
വേണോ? സമീർ, കുഞ്ഞാലിക്കുട്ടി രണ്ടാമത് ചോദ്യങ്ങൾ സാദിഖ് അലി തങ്ങളിലേക്ക് വന്നപ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ട് മറുപടി പറയുന്ന ഘട്ടത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, കോൺഗ്രസിന്റെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ദേശീയ തലത്തിൽ പരിശോധിച്ച് അവർ തീരുമാനമെടുക്കട്ടെ എന്ന്. മതേതര കാഴ്ചപ്പാടെയുള്ള തീരുമാനം സ്വതന്ത്രമായി എല്ലാവരും എടുക്കുമെന്നാണ് കരുതുന്നത്. ആ തീരുമാനം അറിയട്ടെ, അതിനുശേഷം പ്രതികരിക്കേണ്ടതുണ്ടെങ്കിൽ നേതൃയോഗം ചർച്ച ചെയ്ത് ആ ഘട്ടത്തിൽ പ്രതികരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിന്റെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് കുഞ്ഞാലിക്കുട്ടി പറയുന്നത് എന്തുകൊണ്ടാണ്? ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഈ പരിപാടിയിൽ നിന്ന് മാറി നിന്നാലും പങ്കെടുത്താലും കോൺഗ്രസ് ആണ് പ്രതിരോധത്തിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. ഒരുപക്ഷെ പങ്കെടുത്തില്ലെങ്കിൽ അത് കോൺഗ്രസിന് കാര്യമായ വോട്ട് ചോർച്ച ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തൽ കോൺഗ്രസിനുണ്ട്. പങ്കെടുത്തു കഴിഞ്ഞാൽ ന്യൂനപക്ഷ വോട്ടുകളുടെ ചോർച്ച ഉണ്ടാകുമെന്നുള്ള ഒരു വിലയിരുത്തൽ മുസ്ലിം ലീഗിനൊപ്പം തന്നെ കോൺഗ്രസിനുമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു കൃത്യമായ ഒരു വിശദീകരണം നൽകുന്നത്. അതായത് കോൺഗ്രസിന്റെ മുന്നിൽ ഇത്തരം ഒരു വിഷയങ്ങൾ ഒരുപാടുണ്ട്, അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് ഒരു വാശി പിടിച്ചുകൊണ്ട് ലീഗിനോട് കോൺഗ്രസിനോട് പോകരുത് എന്ന് പറയാനില്ല എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണം പി കെ കുഞ്ഞാലിക്കുട്ടി നടത്തിയതും പറഞ്ഞതും ഇത് തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ PMS സലാം പറഞ്ഞിരുന്നത് ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പാണ്, അത് രാമക്ഷേത്ര മാത്രമല്ല ഏത് വിഷയങ്ങളിലും അത് തിരിച്ചറിയണമെന്നുള്ളതായിരുന്നു. അതിനുശേഷമാണ് നേതാക്കളൊക്കെ തന്നെ ഒരു അടിയന്തര യോഗം നിലവിൽ പാണക്കാട് ചേർക്കുകയും ദേശീയ രാഷ്ട്രീയകാര്യ സമിതി യോഗം ഇവിടെ ചേരുകയും ചെയ്തത്. തുടർന്ന് വിശദമായ യോഗം ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോഴാണ് കോൺഗ്രസിനെ പരസ്യമായി പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ ഒരു നിലപാട് മുസ്ലിം ലീഗ് അറിയിക്കേണ്ടതില്ല, മറിച്ച് കോൺഗ്രസ് പോകുമെങ്കിൽ അങ്ങ് പോകട്ടെ, അല്ലെങ്കിൽ കൂടുതൽ പ്രതിരോധത്തിലാക്കേണ്ടതില്ല, മറിച്ച് മുസ്ലിം ലീഗ് വളരെ കൃത്യമായി തന്നെ നിലപാട് വ്യക്തമാക്കുക, അങ്ങനെയെങ്കിൽ മുസ്ലിം ലീഗിന് അത് രാഷ്ട്രീയമായി ക്ഷീണമുണ്ടാകില്ല എന്നുള്ള വിലയിരുത്തലും മുസ്ലിം ലീഗിനുണ്ട്. വേണോ? സമീർ, കോൺഗ്രസിന്റെ തീരുമാനം ഏത് രൂപത്തിലാകുമെന്ന ആശങ്ക അത് ലീഗിന്റെ മനസ്സിലുണ്ടോ? അതിന്റെ ഭാഗമായിട്ടാണോ ഇന്നിപ്പോൾ അടിയന്തര യോഗം ചേരാനെടുത്ത തീരുമാനം? ഇതുമായി ബന്ധപ്പെട്ട് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് ഒരു യോഗം ചേരുമെന്നുള്ള വിവരങ്ങൾ നമുക്കുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ലീഗ് അത് യോഗം ചേരുകയും തീരുമാനമെടുക്കുകയും ഉണ്ടാകില്ല എന്നുള്ള ഒരു സൂചനയായിരുന്നു നമുക്ക് ലഭിച്ചത്. പക്ഷേ എന്നാൽ നിലവിൽ ഈ കോൺഗ്രസ് ഇതുവരെ വിഷയത്തിൽ നിലപാടെടുക്കാത്തത് വളരെ വിശദമായി തന്നെ ചർച്ചയാവുകയും ചെയ്തു. എന്നാൽ അത്തരം ഒരു ചർച്ചയാകുന്ന ഘട്ടത്തിൽ മുസ്ലിം ലീഗ് നേരത്തെ തന്നെ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞാൽ അത് കോൺഗ്രസ് തീരുമാനമെടുക്കുമ്പോഴും അതിനൊരു സ്വാധീനം ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തലിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് നിലവിൽ മുസ്ലിം ലീഗ് അടിയന്തരമായി ഇവിടെ യോഗം ചേർന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് കോൺഗ്രസിന് പ്രതിരോധത്തിലാക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്കാണ് നിലവിലെത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ സാഹചര്യം മാത്രം പരിഗണിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നിലപാടെടുക്കാൻ കഴിയില്ല എന്നുള്ളത് മുസ്ലിം ലീഗ് വിലയിരുത്തുന്നു. അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ എടുക്കേണ്ട ഒരു തീരുമാനമാണ് അത്. ലീഗിന്റെ അഭിപ്രായം എത്രത്തോളം കോൺഗ്രസ്. ശരി, സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ഇപ്പോൾ സീതാറാം യെച്ചൂരി മാധ്യമങ്ങളെ കടന്നു അതിലേക്ക്. People are concerned. This has been a period, the last 10 years, the worst period in terms of their livelihood concerns. Unemployment is at the highest. This government has been doing a lot of data fudging, manipulation of data, and now they have added a new category in the employment thing of unpaid labor, which is the largest component of your employed statistics that the government puts out. What is this unpaid labor? The unpaid household labor is added as being employed. People are doing their own work which are not paid for, but they are considered employed. They are doing their own work which are not paid for because there is no jobs to go and get. And therefore the demographic dividend that India has, that is being converted into a demographic liability. And this, along with your price rise, and now with a blooming crisis in agriculture, your pulses production has fallen, your wheat production is not sufficient in the sense that's why exports have been banned, and now you're allowing imports to come in. Now this is a very serious situation, and as far as industry is concerned, its inability to grow is because there is no domestic demand. People don't have the money or the purchasing power. It's confined to a very small section. For bulk of the Indian people, the actual purchasing power is declining, and when there is no demand, there won't be future investment. And the government's own projections for this fiscal year, the proposals for new investments
The proposals for new investments have സീതാറാം യെച്ചൂരി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കേന്ദ്ര സർക്കാർ തൊഴിലിന്റെ കാര്യത്തിലടക്കം കള്ള രേഖകൾ ചമയ്ക്കുന്നു എന്നതടക്കമുള്ള വിമർശനമാണ് യെച്ചൂരി ഉന്നയിക്കുന്നത്. ആലുവയ്ക്കടുത്ത് കുട്ടമശ്ശേരിയിൽ വീടിന് തീവയ്ക്കാൻ ശ്രമം. സൂര്യനഗർ കൊല്ലംകുടിയിൽ നാരായണൻകുട്ടിയുടെ വീടിനാണ് തീവയ്ക്കാൻ ശ്രമിച്ചത്. സമീപത്തെ നിരീക്ഷണ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണ്. അജീഷ് ജയകുമാർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അജീഷ്, ഈ സംഭവത്തെപ്പറ്റി പോലീസ് പറയുന്നത് എന്താണ്? വേണു, ആലുവ കുട്ടമശ്ശേരിയിൽ ഇന്നലെ അർദ്ധരാത്രിയിലാണ് സംഭവം നടക്കുന്നത്. സൂര്യനഗർ സ്വദേശി നാരായൺകുട്ടിയുടെ വീട്ടിൻ്റെ വാതിലാണ് ഒരാൾ അതിക്രമിച്ച് കടന്ന് തീവച്ചത്. ഇന്നലെ രാത്രി 12 മണിയോടുകൂടി ഈ വീടിൻ്റെ മതിൽ ചാടിക്കടന്ന ഒരാൾ ഒരു പെട്രോൾ ഒഴിച്ച് വീടിൻ്റെ വാതിൽക്കൽ തീ വയ്ക്കുകയായിരുന്നു. ഈ ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നു വരുമ്പോഴേക്കും ഇയാൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഈ വീട്ടിൽ CCTV ഉണ്ടായിരുന്നില്ല. സമീപത്തെ ഒരു വീട്ടിലെ CCTV പരിശോധിച്ചപ്പോഴാണ് ഒരാൾ പെട്രോൾ കുപ്പിയുമായി നടന്നു പോകുന്നതായി കാണുന്നത്. ഈ CCTV കേന്ദ്രീകരിച്ചാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. മാത്രമല്ല, പോലീസ് ഫിംഗർ പ്രിന്റ് ഉദ്യോഗസ്ഥരും ഈ വീട്ടിലെത്തി തെളിവുകൾ ശേഖരിച്ച് മടങ്ങുകയും ചെയ്തു. ഈ CCTV ദൃശ്യങ്ങളും ഒപ്പം തന്നെ മൊബൈൽ ടവറിന്റെ ലൊക്കേഷനും സമീപത്തെ പെട്രോൾ പമ്പും കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. ഈ നാരായണൻകുട്ടി ഒരു ആശാരി പണിക്കാരനാണ്. ഇദ്ദേഹത്തോട് വ്യക്തിവിരോധമുള്ള ആരെങ്കിലും ആകാം ഈ അക്രമത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. RSS പന്തളം താലൂക്ക് കാര്യാലയം ആക്രമിച്ച കേസിൽ 2 CPIM പ്രവർത്തകർ പന്തളം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. കടക്കാട് സ്വദേശികളായ കണ്ണൻ, രാജേഷ് എന്നിവരാണ് കീഴടങ്ങിയത്. ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീത്ത്, എന്താണ് വിശദാംശങ്ങൾ? ഏറ്റവും ഒടുവിൽ പോലീസ് 5 നിമിഷം മുൻപ് ഇവരെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. പോലീസ് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു, അതായത് പോലീസ് സ്റ്റേഷനിലെത്താൻ ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ ഒരു 9 മണിയോടുകൂടി ഇവർ ആ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. CPIM നേതൃത്വവുമായി സംസാരിച്ച ശേഷമായിരുന്നു ഇവർ എത്തിയതെന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇവർ ആ പ്രദേശത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്ന് ബോധ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യലിനായി ഇവരെ വീണ്ടും വിളിപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും CPIM പ്രവർത്തകരാണോ ഇത് ചെയ്തത് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തത വരുത്താൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. എന്തായാലും RSS കാര്യാലയം കഴിഞ്ഞ 22-നാണ് ആക്രമിക്കുന്നത്. ഇതിൽ ഒരു ബൈക്കിലും അതുപോലെ തന്നെ ഒരു കാറിലും എത്തിയ സംഘം ആക്രമിച്ചു എന്നാണ് തൊട്ടടുത്ത വീട്ടിലെ CCTVയിൽ നിന്നടക്കം വ്യക്തമായത്. ആ വാഹനങ്ങൾ പോകുന്നത് മാത്രമാണ് ആ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ആ വാഹനത്തിന്റെ നമ്പരോ മറ്റു കാര്യങ്ങളോ ആളുകളെ തിരിച്ചറിയാൻ പറ്റുന്ന മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. എന്നാലും പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. ഇത്ര ദിവസമായിട്ടും പ്രതികളെ പിടിക്കാൻ കഴിയാത്തതിൽ വലിയ പ്രതിഷേധം RSS ഉയർത്തുന്നുണ്ട്. പന്തളം NSS കോളേജിലെ വിദ്യാർത്ഥി സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് തുടർ സംഘർഷത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ RSSന്റെ കാര്യാലയം ആക്രമിക്കപ്പെട്ടതെന്നാണ് RSS നേതാക്കൾ പറയുന്നത്. എന്തായാലും CPIM ഇതിനെ പൂർണ്ണമായി നിരാകരിക്കുകയാണ്. തങ്ങൾ അത് ചെയ്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഇപ്പോൾ 2 CPIM പ്രവർത്തകരെ വിട്ടയച്ചിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ശ്രീകുമാരനാണ് വിശദാംശങ്ങൾ നൽകിയത്. വീണ്ടും ഇടുക്കി ലോക്ഹാർട്ട് എസ്റ്റേറ്റിലെ റേഷൻ കട തകർത്ത് പടയപ്പ. ഇന്ന് പുലർച്ചെയാണ് കാട്ടാന റേഷൻ കട ആക്രമിച്ച് അരി തിന്നത്. ഇന്നലെ ഗ്യാപ്പ് റോഡിൽ വാഹനങ്ങളും പടയപ്പ തടഞ്ഞിരുന്നു. രാഹുൽ വിജയൻ കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. രാഹുൽ, വീണ്ടും പടയപ്പ ഭീഷണിയാവുകയാണോ? വേണു, അങ്ങനെ വേണം പറയാൻ. കാരണം നാട്ടുകാർക്ക് ചെറിയൊരു ആശങ്കയുണ്ട്. പടയപ്പ ഇങ്ങനെ ജനവാസ മേഖലയിൽ കറങ്ങി നടക്കുന്നു, ആ ഗ്യാപ്പ് റോഡിൽ വാഹനങ്ങൾ തടയുന്നു. മാത്രമല്ല, ഇന്ന് പുലർച്ചെ ലോക്ഹാർട്ട് എസ്റ്റേറ്റിലെ റേഷൻ കട വീണ്ടും ആക്രമിച്ച് തകർത്തു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ആദ്യമായല്ല ലോക്ഹാർട്ട് എസ്റ്റേറ്റിലെ റേഷൻ കട പടയപ്പ ആക്രമിക്കുന്നത്. ഇന്ന് പടയപ്പ ഈ റേഷൻ കട തകർത്തതിന് ശേഷം ഈ കടയ്ക്കുള്ളിൽ നിന്ന് 2 ചാക്ക് അരി എടുത്ത് ഭക്ഷിച്ചു അകത്താക്കി എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ 2 ദിവസമായി ഈ പടയപ്പ എന്ന കാട്ടാന ജനവാസ മേഖലയിലുണ്ട്. നിലവിൽ ഇപ്പോൾ എന്തായാലും അതൊരു ചെറിയ ചോലവനത്തിൽ മറഞ്ഞിരിക്കുകയാണ്. പക്ഷേ വൈകിട്ട് അത് വീണ്ടും പുറത്തേക്ക് ഇറങ്ങുമെന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇതിൽ വനം വകുപ്പാണ് ഒരു ഇടപെടൽ നടത്തേണ്ടത്, ആനയെ വനത്തിലേക്ക് തുരത്തേണ്ടത്. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ പുലക്കാട്ടുകരയിൽ പരസ്യ മദ്യപാനം ചോദ്യം ചെയ്തയാളെ മർദ്ദിച്ച സംഭവത്തിൽ 6 പേർ കൂടി അറസ്റ്റിൽ. നേരത്തെ ഒരാൾ പിടിയിലായിരുന്നു. 14-അംഗ സംഘമാണ് പുലക്കാട്ടുകര സ്വദേശി ബിനുവിനെ മർദ്ദിച്ചത്. സൂരജ് സജി തൃശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, എന്താണ് ഈ തർക്കത്തിലേക്ക് നയിച്ചത്?
വേണു, എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ 7 പേരാണ് കസ്റ്റഡിയിലായിട്ടുള്ളത്. ഇത് ഈ മണലിപ്പുഴയുടെ തീരത്ത് കുളിക്കാൻ എത്തിയതായിരുന്നു ഈ യുവാവ്. അതായത് ബിനുവിന്റെ മകളും സഹോദര പുത്രിയും കൂടിയാണ് ഇവിടെ എത്തുന്നത്. പെൺകുട്ടികൾ ഉൾപ്പെടെ കുളിക്കുന്ന കടവാണ്. ഈ കടവിൽ ആ സമയത്ത് ഒരു മദ്യപ സംഘം സമീപത്തെ വീട്ടിൽ ഒരു സൽക്കാരത്തിന് വേണ്ടി വന്നതായിരുന്നു. ഇവർ അവിടെ ഇരുന്ന് മദ്യപിക്കുന്നുണ്ടായിരുന്നു. ഇവർ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ബിനു ഇവരോട് ആവശ്യപ്പെടുകയായിരുന്നു. തൊട്ടു പിന്നാലെ വാക്കുതർക്കം ഉണ്ടാവുന്നു. ബിനു വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. ആ സമയമാണ് ഈ സംഘം ചേർന്നെത്തുകയും ഇത്തരത്തിൽ വീട്ടിലെത്തി ബിനുവിനെ വിളിച്ചിറക്കി മർദ്ദിക്കുകയും ചെയ്ത കുട്ടികൾ ഉൾപ്പെടെ തടയാൻ ശ്രമിച്ച സമയത്ത് ഇവരുടെ മാല പൊട്ടിച്ചെടുക്കുകയും ഈ സംഘം അവിടെ നിന്ന് കടന്നു കളയുകയുമായിരുന്നു. ഈ മാല വാങ്ങുന്നതിനായി ബിനു ഇവർക്ക് പിന്നാലെ ഓടുകയും വഴിയിൽ കാത്തുനിന്ന മറ്റൊരു സംഘം അതിക്രൂരമായി ബിനുവിനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ കേസിലാണ് ഇപ്പോൾ ഈ 6 പേർ കസ്റ്റഡിയിലായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അന്ന് ഈ ബിനുവിനെ തേടിയെത്തിയ സംഘം ആളുമാറി ഒരു സമീപത്തെ വീട്ടിലെ രമേശ് എന്ന ആളെയും മർദ്ദിക്കുകയുണ്ടായി. ഈ 2 കേസുകളിൽ കൂടിയായിട്ടാണ് ഇപ്പോൾ ആകെ മൊത്തം 7 പ്രതികൾ പിടിയിലായിട്ടുള്ള. ഇനി 7 പേരെ കൂടി കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ആദ്യഘട്ടത്തിൽ ഈ പോലീസ് അന്വേഷണം ഒക്കെ മന്ദഗതിയിലാണെന്ന് വിമർശനം ഉയർന്നിരുന്നു. വാർത്തകൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് എന്തായാലും ഇപ്പോൾ ഈ പോലീസ് നടപടികൾ വേഗത്തിലായിരിക്കുന്നത്. വേണു, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. വയനാട് രാഹുൽ ഗാന്ധിയെങ്കിൽ BDJS-ൽ നിന്നും സീറ്റ് ഏറ്റെടുക്കാൻ BJP സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ധാരണ. ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ വയനാട്ടിൽ മത്സരിപ്പിക്കും. NDA ഇന്ത്യ മുന്നണി മത്സരം എന്ന പ്രതീതി സൃഷ്ടിക്കാനാണ് നീക്കം. സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 12-ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർവഹിക്കും. അന്ന് തന്നെ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള യാത്ര ആരംഭിക്കും. അലക്സ മുഹമ്മദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ, വയനാട്ടിൽ എന്ത് തന്ത്രത്തിനാണ് BJP ഒരുങ്ങുന്നത്? വേണു, കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ചേർന്ന BJPയുടെ സംസ്ഥാന ഭാരവാഹി യോഗത്തിലാണ് ചില തീരുമാനങ്ങൾ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ BJP എടുത്തിട്ടുള്ളത്. അതിൽ BJPയുടെ പ്രധാനപ്പെട്ട തീരുമാനം ജനുവരി ആദ്യവാരം മുതൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കം ആരംഭിക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ആരംഭിക്കും ജനുവരി ആദ്യവാരം മുതൽ തന്നെ. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും ആ ഘട്ടത്തിൽ തന്നെ തുടങ്ങിവെക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വയനാടുമായി ബന്ധപ്പെട്ടാണ്. വയനാട് രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നതെങ്കിൽ BDJS-ൽ നിന്ന് BJP ആ സീറ്റ് ഏറ്റെടുക്കും എന്നുള്ളതാണ് നിലവിലെ ആലോചന. സംസ്ഥാനത്തെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ വയനാട്ടിൽ മത്സരിപ്പിക്കാനാണ് പാർട്ടി ആലോചിക്കുന്നത്. അങ്ങനെയെങ്കിൽ പല പേരുകളിലേക്ക് അത് മാറും. അത് കെ സുരേന്ദ്രൻ അടക്കമുള്ള പല പേരുകളിലേക്ക് അത് മാറും എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. NDA ഇന്ത്യ മുന്നണി മത്സരം, അത് ശക്തമായ മത്സരം തന്നെ ഇന്ത്യ മുന്നണിക്കെതിരെ NDA നടത്തുന്നു എന്ന പ്രതീതി ഇതുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കാനാണ് പാർട്ടി ആലോചിച്ചിരിക്കുന്നത്. മറ്റു ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൂടിയുണ്ട്. അത് നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ പുതിയ നവ വോട്ടർമാരുടെ സമ്മേളനം വിളിച്ചു ചേർക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ജനുവരി 24-ന് ഈ പരിപാടി സംഘടിപ്പിക്കും സംസ്ഥാന വ്യാപകമായി. അതുപോലെ അയോധ്യ പ്രാണപ്രതിഷ്ഠ ദിനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ജനുവരി 12-ന്. മാത്രമല്ല ബൂത്ത് തലം മുതൽ പുതിയ ആളുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കുകയാണ്. അവർക്ക് സ്ഥാനമാനങ്ങളും നൽകുന്നുണ്ട്. ശരി, അലക്സ മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ഈ റിപ്പോർട്ടോടെ ബിഗ് ബ്രേക്കിംഗ് പൂർണ്ണമാകുന്നു. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.